ഇന്നിപ്പോ ഈ വീഡിയോന്റെ ഉദ്ദേശമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോ നിലവില് വിവാദമാക്കിയ അല്ലെങ്കിൽ വിവാദമാവുന്ന ഒരു വിഷയം, കേരള സർക്കാർ ഇമ്പോസ് ചെയ്തിട്ടുള്ള, ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറയാൻ പറ്റൂല, ഇമ്പോസ് ചെയ്തിട്ടുള്ള സൂംബനെ പറ്റിയിട്ട് കുറച്ച് വിവാദം പ്രശ്നങ്ങൾ ആയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാനും എന്തെങ്കിലും ക്ലാരിഫിക്കേഷനും വേണ്ടിയിട്ടാണെന്നാണ് എന്റെ മനസ്സിലാക്കൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ള നവാസ്ക പിന്നെ സലാമക്ക. അപ്പൊ എനിക്ക് തുടക്കത്തിൽ ചോദിക്കാനുള്ളത്, ഇവിടെ നമ്മള് ഈ സർക്കാർ ഈ സാധനം കൊണ്ടുവരുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ കേട്ടിടത്തോളം മനസ്സിലാക്കിയത്, കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടില്ല, കേട്ടിടത്തോളം മനസ്സിലാക്കിയത്തോളം ഇത് മുഖേന ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ വാദം. അത് എത്രത്തോളം നമുക്ക് ശരിയാണെന്ന്, എത്രത്തോളം ശരിയാണ്? ഇത് എനിക്ക് തോന്നുന്നത്, നമ്മള് ഒലക്ക വിഴുങ്ങിയിട്ട് അതിന് ചുക്കുവെള്ളം കുടിക്കാൻ വേണ്ടി പറയുന്ന ഒരു ചികിത്സാ രീതിയാണത്. എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ ഒരു ഊഹം വെച്ച് പറയുകയാണെങ്കിൽ, ഊഹം എന്ന് പറഞ്ഞാൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ, ഇത് ഈ നമ്മൾ പിണറായി സർക്കാർ പിന്തുടരുന്ന ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, അതുപോലെ ട്രാൻസ്ജെൻഡറിസം, ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മള് സാധാരണ ഇവർ ചെയ്യുന്ന ഈ ലിബറലിസം എങ്ങനെയാണ് കടത്തിക്കൊടുക്കുന്നത്, ഇപ്പോ അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ജുംബ ഡാൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, പിണറായി പറയാണ് ജുംബ ഡാൻസ്. അപ്പൊ ഇയാൾക്ക് ഇതിന്റെ പേര് പോലും അറിയില്ല, ഇത് എന്താ സംഭവം എന്നറിയില്ല, ആരോ പറഞ്ഞു കൊടുത്തതാണ്. ഇനി അത് പറയാനുള്ള ഒരു ചാൻസ് നമ്മുടെ മിസ്റ്റർ ഗോവിന്ദൻ, നമ്മുടെ ബുദ്ധിജീവി ഡ്രിൽ മാഷാണുള്ളത്. അയാൾക്ക് ഇതിനെക്കുറിച്ച് അത്ര അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് പുറത്തുനിന്ന് എവിടെയോ ഒന്നോ ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കേണ്ടത്. ഇല്ലാത്തൊരു പ്രശ്നത്തിന് പരിഹാരം, അതായത് മയക്കുമരുന്നിനെ നേരിടാൻ നിരവധി മാർഗങ്ങളുണ്ട്. അത് നമ്മളെ പോലീസിന്റെ ഇടപെടൽ, അതുപോലെ സമൂഹത്തിന്റെ ഇടപെടൽ, ബോധവൽക്കരണം, അതുപോലെ നിരവധി പരിപാടികളുണ്ട്. ഇതൊന്നുമില്ലാതെ ഈ നമ്മൾ ഈ ബസ്സിന് ആക്സിഡന്റ് കുറക്കാൻ വേണ്ടിയിട്ട് ബസ്സിന് വെള്ള പെയിന്റ് എടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ, ഈ രീതിയിൽ ഒരു പരിഹാരം കൊണ്ടുവരാണ് ഇവര്. അപ്പൊ ഇത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മൊത്തത്തില് ഒരു ഡാൻസ്, ഒരു പാർട്ടി സംസ്കാരം ശരിക്കും ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ഡാൻസ് ഇവിടെ കേരളത്തിൽ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ യാതൊരു കമ്മിയില്ല. ഓണത്തിന് ഡാൻസ്, ക്രിസ്മസിന് ഡാൻസ്, അനങ്ങിയ ഡാൻസ്, കല്യാണത്തിന് ഡാൻസ്, മൈലാഞ്ചി കല്യാണത്തിന് ഡാൻസ്, മറ്റേ എന്താണ് മെഹന്തി, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് കുറെ ഡാൻസ്, അനങ്ങിയ ഡാൻസ്. അതൊന്നും പോരായിട്ട് സിനിമാറ്റിക് ഡാൻസും കംപ്ലീറ്റ് ഡാൻസുകൾ. ഈ ഡാൻസിന്റെ ഇടയിലേക്കാണ് സ്കൂളിൽ പഠിക്കാൻ പോണ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ദിവസം മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഡാൻസ് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് അതിന്റെ ഇതൊക്കെ പുറകില് പറയാലോ അല്ലെ? തീർച്ചയായിട്ടും. അല്ല, ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൊണ്ടുവരുമ്പോ എന്തെങ്കിലും ഒരു പഠനം ഈ വിഷയത്തിൽ നടത്തണ്ടേ? പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരു 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 സ്റ്റെപ്പ് എടുക്കുമ്പം, പ്രത്യേകിച്ച് എനിക്കൊന്ന് നമ്മുടെ പിന്നെ ചെലവിന്റെ കേരള സർക്കാരിന്റെ ചെലവിന്റെ വലിയൊരു ഭാഗം പോകുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കാണ്. ആയിരക്കണക്കിന് അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിട്ട് അപ്പൊ ഒരു സിസ്റ്റം പുതിയതുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു പഠനം വരണ്ടേ? പിന്നെ ഇതിൽ കുറെ വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് ഡ്രഗ് അഡിക്ഷൻ കൂടുന്നു? പിന്നെ അദ്ദേഹം പറഞ്ഞത്, പിന്നെ സ്കൂളിൽ എത്ര മണിക്കൂർ, 6 മണിക്കൂറോളം ഇരിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം. എന്തുകൊണ്ട് അങ്ങനെ കുട്ടിക്ക് മാനസിക സംഘർഷം ഉണ്ടാവുന്നു? ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങി ആയിരക്കണക്കിന് അധ്യാപകർ ഒരു 7-8 മണിക്കൂർ പണിയെടുത്തിട്ട് കുട്ടിക്ക് മാനസിക സംഘർഷമാണോ കൊടുക്കുന്നത്? അതെന്തുകൊണ്ട് ഉണ്ടാവുന്നു? അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾ എന്തുകൊണ്ട് ഡ്രഗ് അഡിക്റ്റ് ആവുന്നു? ഈ ഡ്രഗ് അഡിക്റ്റ് ആവാൻ ഇതാണോ പരിഹാരം? ഇതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? പക്ഷെ പഠനങ്ങളൊക്കെ തിരിച്ചാണ്. ഈ സുംബ ഡാൻസും മ്യൂസിക്കും ലഹരി ഉപയോഗവും തമ്മിൽ ഭയങ്കര ബന്ധങ്ങളുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മാത്രമല്ല, ഈ നമുക്ക് വിഷയം ചർച്ച ചെയ്യാം. ഈ പിന്നെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട കുറെ പഠനങ്ങൾ, അത് കുട്ടിയുടെ തലച്ചോറിനെ, കോഗ്നിറ്റീവ് എബിലിറ്റിയെ, മെമ്മറിയെ ഒക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ള വിശദമായ പഠനങ്ങളുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ യാതൊരു പഠനവും ഇല്ലാത്ത ഇത് കൊണ്ടുവന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നത്. എനിക്കൊന്ന് പൊതുജന വികാരത്തെ ഇളക്കി വിട്ട് വഴിതിരിച്ചു വിടാനായിരിക്കണം എന്ന് തോന്നുന്നു.
അതെ, അങ്ങനെ ആ ഒരു കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാണ്. അതായത് ഇപ്പൊ സലാമൊക്കെ പറഞ്ഞല്ലോ, എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ പറ്റിയിട്ട് പറഞ്ഞ സമയത്ത് R.ബിന്ദുയുടെ ട്വീറ്റിൽ ഹെറ്ററോ നോർമാറ്റിവിറ്റി ഒഴിവാക്കുക എന്നുള്ള സാധനം പറഞ്ഞു. അതിനെപ്പറ്റി ആ സ്ത്രീ അഡ്രസ് ചെയ്തിട്ടില്ല. ആ സ്ത്രീ അഡ്രസ് തന്നെ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റേ ആണ് പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇതേ R.ബിന്ദു തന്നെയാണ് ഇതിന് വേണ്ടി സംസാരിച്ചത്. അപ്പൊ ജാസ്കർ ഫസ്റ്റ് പറഞ്ഞ പോലെ, ഇപ്പൊ സലാമൊക്കെ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഇത് എവിടുന്നോ കൊണ്ടുവന്ന് ആരോ പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ അതിനെ തെളിയിക്കുന്നു. ഇപ്പൊ സലാമൊക്കെ പറഞ്ഞത് ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് കൊണ്ടുവന്നത്. അപ്പൊ ഇത് മൊത്തത്തിൽ ഇതിനെ നിങ്ങളൊരു മനസ്സിലാക്കില്ലെന്ന് പറഞ്ഞു തന്നാ, ഇത് മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇതിൽ പഠനം നടന്നിട്ടുള്ളത് നിരവധി അതായത് ഇപ്പൊ നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ 1-2 മാപ്പിളാവുകളുടെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത്ര അരസികരായി തീരുന്നത്? അപ്പൊ അതിൽ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ കുറച്ച് ആചാരങ്ങളെ കടത്തി കൂട്ടിയിട്ട് നമ്മൾ വെറും ഡ്രൈ ആക്കിയിട്ടുള്ള ഒരു രീതിയിലാണ് മൂപ്പര് സംസാരിക്കുന്നത്. അത് കേട്ടാൽ ചിരി വരും. അപ്പൊ ഇവര് മനസ്സിലാക്കുന്നത്, നമ്മളൊക്കെ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത്, അതായത് ഒരു 80-90കളിൽ ഉണ്ടായിരുന്ന അവരുടെ വിവരമാണ്, മനോരമ വായിച്ചിട്ട് ഉള്ളൊരു വിവരമാണ് അവർക്കുള്ളത്. അതായത് മ്യൂസിക് തെറാപ്പി, മ്യൂസിക് കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല, ഒരു രോഗമല്ല. എന്നാൽ ആരെങ്കിലും മ്യൂസിക് തെറാപ്പിക്ക് പോകുന്നുണ്ടോ? നമ്മൾ ഇതുവരെ കാണില്ല. ഡാൻസ് തെറാപ്പി എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ വേറെ തെറാപ്പി. ഡാൻസ് സ്ട്രെസ് കുറക്കുന്ന ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഡാൻസ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഡിപ്രസറായിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡോപ്പമിൻ സർജ് ഉണ്ടാവും കളിക്കുമ്പോൾ, നമ്മൾ ഈ ഡാൻസ് ചെയ്യുമ്പോൾ. അങ്ങനെ വളരെ ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിയിട്ട് നമ്മുടെ തലച്ചോറിനുള്ള ഡോപ്പമിനും മറ്റേ എൻഡോർഫിൻസും നിരവധി മറ്റേ ഹോർമോണുകൾ ഇരച്ച് കയറിയിട്ട് നമുക്കൊരു യൂഫോറിക് ആയിട്ടുള്ള ഒരു അനുഭവം തരും. ഈ അനുഭവം തന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പരിപാടി കഴിയുന്നതോട് കൂടിയിട്ട് ഇതൊരു ഡ്രോപ്പിംഗ് ഉണ്ട്. അപ്പൊ ശരിക്കും ഏതാണ്ട് ഒരു വിത്ഡ്രോവൽ സിംറ്റംസിൽ ആളുകൾ, ഈ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന അതേ ഒരു പ്രശ്നമാണ് ഉള്ളത്. അങ്ങനെ ഡിപ്രഷനിലേക്ക് പോവാണ് നിരവധി. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അമേരിക്കയിലൊക്കെ മുമ്പുണ്ടായിരുന്ന 90കളിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഡാൻസേഴ്സും അതുപോലെയുള്ള സംഗീതജ്ഞരും കൊറിയോഗ്രാഫർമാരൊക്കെ വളരെ ഡിപ്രസറായിട്ട് അവസാനം മരുന്നുകളിലൊക്കെ അഭയം പ്രാപിച്ച് അവസാനം കണ്ടത് നമ്മൾ ബ്രിട്നി സ്പിയേഴ്സ് ആണ്. ഞാനൊക്കെ 98 കാലത്തിലാണ് വരുന്നതുകൊണ്ട് ഒരു ഹിറ്റ് മീ ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിയിട്ട് വന്നത്. എന്നിട്ട് അത് കംപ്ലീറ്റ് അഡിക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? മൈക്കിൾ ജാക്സൺ ഉണ്ട്. പേര് പറയണമെങ്കിൽ കുറെ ഉണ്ട്. ഇപ്പൊ ഞാന് എഴുതി വെച്ച കുറെ പേരുകളുണ്ടായിരുന്നു. കുറെ എല്ലാ ഗായികമാരൊക്കെ ഡാൻസേഴ്സും ഒക്കെ. പോള അബ്ദുൽ, ഇപ്പൊ നമ്മള് പോള അബ്ദുൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പോള അബ്ദുൽ എന്ന് പറഞ്ഞിട്ട് സിംഗറും കൊറിയോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെന്താ വെച്ചെങ്കിൽ her chronic pain and career roller coasters led to emotional distress and long-term health complications ഉണ്ടായിരുന്നു. അതുപോലെ ജൂലിയാനെ ഹഫ് ഈ പറയുന്ന രീതിയിൽ ആങ്സൈറ്റി, ഹെൽത്ത് പ്രോബ്ലംസ്, എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നു. ചെറിൽ ബുർക്കെ, നിരവധി പേരുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സെർജി പോലിൻ ഉണ്ടായിരുന്നു, ഉക്രൈനിയൻ ബാലെ ഡാൻസർ ഉണ്ടായിരുന്നു. ഈ പറയുന്ന രീതിയിലൊക്കെ ആത്മഹത്യകളിലൊക്കെ അഭയം പ്രാപിച്ച ആളുകളാണ് ഉണ്ടായിരുന്നത്. സെൽഫ് സപ്പോർട്ടാഷ്, ഡിപ്രഷൻ, അങ്ങനെ ഈ നമ്മള് ഈ MDMA അഡിക്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒക്കെ നമ്മൾ അഡിക്റ്റായ ആളുകളൊക്കെ വളരെ ചെറിയൊരു സിമുലേഷന്, എന്തെങ്കിലും ഒരു പ്രതികരണമൊക്കെ, എക്സ്ട്രീം ആയിട്ടുള്ള പ്രതികരണങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ പോലീസിൽ വന്നപ്പോൾ കാണാം അവർ അലറുന്നത് കാണാം. അങ്ങനെ ഈ രീതിയിലുള്ള ഒരു ബ്രേക്ക് ഡൗൺ സ്റ്റേറ്റിലേക്ക് ഒരു പോയി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ MDMA പോലുള്ള മരുന്നുകളുടെ പ്രഭാവം അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലുള്ള വേറൊരു പ്രശ്നം കൊണ്ടുവരുന്നത്. ഇതുപോലെ ആയുർവേദ ഹോമിയോപ്പതി തിയറി സംശയമുണ്ട്. അതായത് സദൃശത്തെ സുഖപ്പെടുത്തുന്ന വല്ല തിയറിയിലും ഇവർ വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോ ഇതിപ്പോ നമ്മള് പ്രശ്നം ഇത് വേറെ വിഷയമൊന്നും എനിക്കറിയില്ല. അതായത് കുട്ടികളെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അടുത്തതിൽ മതിയോ അതോ ഇതിൽ തന്നെ പറയണോ? അല്ല, പറഞ്ഞോ. ഓക്കെ. ഇപ്പൊ ഞാനിന്ന് 2-3 ഡാൻസ് കണ്ടു.
ആരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന എന്നെ ടാഗ് ചെയ്തതും ടാഗ് ചെയ്യാത്തതുമായിട്ടുള്ള, അതും പോരാഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇതുപോലെ ടീച്ചർമാർ വളരെ അഭിമാനത്തോട് കൂടിയിട്ട് ഈ സിംബ ഡാൻസ് ഉണ്ട്. അപ്പൊ ഒരു 10-15 കുട്ടികൾ ഫ്രണ്ടിലുണ്ട്. അവർ ഈ ഒപ്പനക്കും അതുപോലെ കുച്ചിപ്പുടിക്കും മോഹിനിയാട്ടത്തിനൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളെയാണ് ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ മൂവ്മെന്റുകളാണ് കുറച്ചും കൂടി എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആളുകൾ. അതിന്റെ പുറകിൽ ഈ ആൾക്കാർ ഇങ്ങനെ കുറെ തടിയുള്ള ആൾക്കാരും ഈ കാലുകൊണ്ട് ചെറിയ പ്രശ്നമുള്ള ആളുകളും അങ്ങനെ ശാരീരികമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണത്. ഇത് ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന സ്ട്രെസ് എന്താണ് ഇവർ മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാവേണ്ടത്. അതായത് ഈ ബോഡി ഡിസ്മോർഫിയ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും. അതുപോലെ പല വിധത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും ഈ കുട്ടികൾക്ക്. ഈ കുട്ടികളൊക്കെ വന്നിട്ട് തടിയുള്ള ഒരു കുട്ടിയൊക്കെ അതൊരു തമാശയിട്ടാണ് മാറുക. ഒരു തടിയിലെ കുട്ടീനെ ഫ്രണ്ടിൽ നിർത്തിയെന്ന് വിചാരിച്ചു, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ തന്നെ സെൽഫ് ഫെയർ ആയിട്ടുള്ള കുറെ ഇൻസെക്യൂരിറ്റി ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവും. ഒരു 10, 11, 12, 14 വയസ്സുള്ള വളരെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി വന്നിട്ട് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ. പിന്നെ അതിന്റെ പിറ്റേ ദിവസം ഇന്നത്തെ കാലത്ത് മിക്കവാറും അതുപോലെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത്രക്കും രീതിയിൽ ജനങ്ങൾ കൂട്ടച്ചെരി ചിരിച്ചു കഴിഞ്ഞാല് എന്തായിരിക്കും എന്റെ അവസ്ഥ? പിന്നെ ഈ നല്ല ഡാൻസ് അല്ലെങ്കിൽ പൂർണ്ണമായ ഡാൻസ് എന്ന് പറയുന്ന ഒരു ഡാൻസ് ഇല്ല. ഞാൻ കുറച്ചു കാലം മുമ്പ് ഏതോ ഒരു വലിയ ഡാൻസറെ കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ പറയുന്നത് എൻ്റെ ഒരു ഡാൻസും എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പൊ ഈ പെർഫെക്റ്റ് ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. മനുഷ്യന്റെ മൂവ്മെന്റിൽ എന്തെങ്കിലും ഒരു മറ്റേ ഇൻപെർഫെക്ഷന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഇതിന്റെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സ്റ്റെപ്പോ പൊസിഷനോ അല്ലെങ്കിൽ പോസ്റ്ററോ മൂവ്മെന്റോ ഒക്കെ ഉണ്ടാവും. അതിലേക്കുള്ള ഒരു പ്രയാണാണത്. ഇതിലേക്ക് അറ്റത്തെത്തുന്നില്ലത്. അപ്പൊ ഈ പെർഫെക്ഷന്റെ പിന്നാലെ പോയിട്ട് വരും മനുഷ്യന്മാർക്ക് മൊത്തം ജീവിതത്തിന്റെ മറ്റേ ഇന്റന്റ്, അതായത് ഇന്റൻഷൻ, അതിന്റെ ഒരു പർപ്പസ്, മീനിങ് തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബേൺ ഔട്ട് സംഭവിക്കുന്നതാണ് ശരീരത്തിൽ. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുള്ള ഇന്നത്തെ കുട്ടികളുടെ നിലവിലുള്ള മാനസിക ശാരീരിക ആരോഗ്യം വേറെ പ്രശ്നമാണ്. കാരണം വളരെ റെപ്പറ്റീറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ തുടർച്ചയായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു വീഡിയോയിൽ ഇന്ന് എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോയിൽ കണ്ടത് സിനിമാറ്റിക് ഡാൻസ് ആണ്. ഏതോ ഒരു ഹിന്ദി ഫിലിമില് ഇപ്പൊ പുതിയ വന്നിരുന്ന ഏതോ ഒരു നായിക ഇങ്ങനെ വളരെ ഫാസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് ഇങ്ങനെ ഈ ഊരൊക്കെ ഇങ്ങനെ കുരുക്കിങ്ങാട്ടി ഇത് എങ്ങനെയാണ് ഈ ശരീരത്തിന് മറ്റേ സ്ട്രെസ്സിനൊക്കെ അഡ്രസ് ചെയ്ത് എനിക്ക് മനസ്സിലാവേണ്ടത്. അതായത് വളരെ സെക്ഷുവലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ആ ടീച്ചർ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ ചാടി കളിച്ചു കൊടുക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിഹാരം? അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഇത് ഈ ടീച്ചർക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഗവൺമെന്റ് പരിശീലനം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ മൂവ്മെന്റുകളൊക്കെ ഇവർക്ക് ചിലപ്പോൾ തുമ്പാഴസും അറിയുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള വളരെ അതിലുള്ള പ്രശ്നം 4 ദിവസത്തെ ട്രെയിനിങ് എന്നാ പറഞ്ഞത്. 4 ദിവസത്തെ ട്രെയിനിങ് അതിൽ വലിയൊരു ആശങ്ക ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഈ മെക്സവനെ പോലുള്ള എക്സസൈസ് രീതികളെ അത് നല്ലൊരു സംഗതി തന്നെയാണ് സൊസൈറ്റിയിൽ. പക്ഷെ അതിനെ വിമർശിക്കുമ്പോൾ എക്സ്പേർട്സ് പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാല്, പിന്നെ അത് പ്രോപ്പർ ആയിട്ടല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാള് അല്ല അത് ആ എക്സസൈസ് ചെയ്യിക്കുന്നെങ്കിൽ അത് കുറെ ഇഞ്ചുറിക്ക് കാരണമാവും. ഏതായാലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ആവില്ല നവാസ്ക്ക് ചെയ്യുക, അതുപോലെ ഇസ്മായിൽക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഓരോരുത്തരുടെ ഫിറ്റ്നസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ വെൽ ട്രെയിൻഡ് അല്ലാത്ത ഒരാൾ ഇതൊക്കെ ചെയ്യിപ്പിച്ച് എല്ലാവർക്കും ഒരേപോലെ അല്ല. തെങ്ങിനും കവുങ്ങിനും ഒരേ തളല്ല കെട്ടല്. അപ്പം സുംബ ഡാൻസ് ആ കൃത്യമായി 4 ദിവസം കൊണ്ട് ഒരാൾക്ക് എത്ര ട്രെയിനിങ് എടുക്കാൻ പറ്റും? അപ്പൊ അത് പിന്നെ ഗുണത്തേക്കാൾ ഏറെ ദോഷവും ഇഞ്ചുറി ഒക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പഠനങ്ങൾ പറഞ്ഞത്. അപ്പൊ 4 ദിവസത്തെ ട്രെയിനിങ് എന്നാ അവർ പറയുന്നത്. അത് ഒരു ട്രെയിനിങ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റൂല. അപ്പൊ 4 ദിവസം ട്രെയിനിങ് കിട്ടിയ ആള് എന്താ ചെയ്യാ? അവര് ചെറുപ്പം മുതൽ പഠിച്ച സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ, സിനിമാറ്റിക് ഡാൻസ് ഉണ്ടാവില്ല, ഐറ്റം ഡാൻസ്, അതാണ് അവര് കളിപ്പിച്ച് കാണിക്കുന്നത്. എന്താണ് ഈ രീതിയിലൊക്കെ മൂവ്മെന്റുകൾ ഈ ചെറിയ കുട്ടികൾ ചെയ്ത് കഴിഞ്ഞാല് ഇവരെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സെക്ഷലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. എക്സാക്ട്ലി, അതൊരു വലിയൊരു പ്രശ്നമാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ സെക്ഷലൈസ് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല പുതിയ പഠനങ്ങളൊക്കെ നമ്മൾ ഇന്നിപ്പോ ചില FB പോസ്റ്റുകളൊക്കെ കണ്ടു, ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു ടീച്ചർമാരൊക്കെ ഇങ്ങനെ ശരീരം കാണിച്ചൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മുതിർന്ന ആൺകുട്ടികൾക്ക് അത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷന് കാരണമാവുകയും ഇത് വേറെ എവിടെയെങ്കിലും പോയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അതിന് സ്റ്റഡീസ് തന്നെ ഉണ്ട്. ഇത് നമ്മൾ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. ഇവർ പറയുന്ന 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതർ പറയുന്ന സംഗതി ഒന്നല്ല. ഇത് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആണ്. അമേരിക്കൻ സൈക്കോളജി സൊസൈറ്റി ഏതൊരു പേപ്പർ പബ്ലിഷ് സ്റ്റഡിയാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്നാ പറയുന്നത്. അതായത് റോഡ് സൈഡിലൊക്കെ കാണുന്ന സ്ത്രീകളുടെ നഗ്നചിത്രം കാണുന്നവരാണ്
അത് പിന്നെ അവന്റെ ബ്രെയിൻ ഇതൊരു ടൂള് പോലെയാണ് ഇതിനെ കാണുകയും പിന്നീട് ഒരു ചാൻസ് കിട്ടുമ്പം അത് ഉപയോഗപ്പെടുത്താൻ ഇവൻ ഈ ഒരു ടെൻഡൻസി ഉണ്ടാവും. മാത്രമല്ല നാട്ടിൽ നടക്കുന്ന പല ക്രിമിനൽ ആക്ടിവിറ്റിന് പിന്നിൽ ഈ ഒരു ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ, ഫ്രസ്ട്രേഷൻ തിയറി, അങ്ങനത്തെ തിയറി ഒക്കെ പറയുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതൊന്ന് അഡ്രസ് ചെയ്യാനാണ് ഇവരിപ്പം ഡ്രഗ് അഡിക്ഷന് മരുന്നായിട്ടൊരു സാധനം കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു പുറമുള്ള വേറെ പ്രശ്നമാണ് ഇപ്പോൾ സ്കൂളിൽ പ്രത്യേകിച്ച്. അല്ലെങ്കിൽ തന്നെ അധ്യാപകന്മാർ വളരെ പ്രെഡേറ്ററി, മൊത്തം ഈ എൻവയോൺമെന്റ്, മൊത്തം ഈ നമ്മുടെ മീഡിയ മുഴുവനും, സോഷ്യൽ മീഡിയ മുഴുവനും, ടി വി മുഴുവനൊക്കെ ഈ സെക്ഷലൈസ്ഡ് ആയിട്ടുള്ള അവസരത്തിൽ ഇവർക്ക് കുറെ ഇരകളെ കിട്ടണം. മറ്റേത് ഒരു സാധാരണ ഒരു അധ്യാപന രീതിയിൽ ഈ ടച്ചിങ്ങുകളും അതുപോലെ ബോഡി പോസ്ചർ ശരിയാക്കുന്ന രീതിയൊന്നും നമ്മൾ സാധാരണ അധ്യാപനത്തിലില്ല. നേരെ മറിച്ച് ഇതിവിടെ എക്സ്പ്ലോയിറ്റേഷനും അബ്യൂസിനുള്ള ചാൻസുകൾ കൂടി വരികയാണ് ഇതിൽ. ഇപ്പൊ നമ്മൾ ഇഷ്ടം പോലെ പീഡന കഥകൾ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ പ്രതി മിക്കവാറും ഡാൻസ് മാസ്റ്റർ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അതുപോലെ കായികപരമായിട്ടുള്ള കോച്ചുകൾ ഇഷ്ടം പോലെ നമ്മൾ ന്യൂസ് നോക്കി നമുക്ക് കാണാൻ പറ്റും. കുറെ വിവാദമായിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലൊക്കെ നിരവധി പെൺകുട്ടികളൊക്കെ ഇതുപോലെ അബ്യൂസ് ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് കായിക നൃത്യങ്ങളിലൊക്കെയുള്ള മറ്റേ പരിപാടികളിൽ. അപ്പൊ ഇവിടെ ഈ ടച്ചിങ്ങും അതുപോലെ ഈ പ്രത്യേകിച്ച് നൃത്താവുമ്പോൾ സെക്ഷലൈസ് എന്തായാലും ചെയ്തു തരും. കാരണം വെറുതെ നമ്മൾ വിരൂപമായിട്ട് ഒരിക്കലും ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കില്ല. അപ്പൊ എങ്ങനെ മനോഹരമാക്കാം നൃത്തം എന്നുള്ള രീതിയിലായിരിക്കും. അത് തുമ്പയാണെങ്കിലും അല്ലെങ്കിൽ ഏത് നൃത്തത്തിനും എങ്ങനെ മനോഹരമാക്കാം എന്നുള്ള രീതിയിൽ അവിടെ ഈ ബ്യൂട്ടി, അതുപോലെ ശരീരത്തിന്റെ സ്ട്രക്ചർ, അതിന്റെ വെയിറ്റ്, അനുപാതങ്ങൾ, ഇതൊക്കെ വരികയാണ്. അപ്പൊ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും ഇത് പോവാ. പ്രത്യേകിച്ച് നമ്മുടെ അന്തരീക്ഷത്തില് കേരളത്തിലൊക്കെ പീഡനങ്ങളുടെ ഒരു വളരെ നൂതനമായ ആശയങ്ങൾ, ഐഡിയകൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒക്കെ പീഡിപ്പിക്കുന്ന രീതി നിരവധി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമ്പോൾ അവിടെ ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനുള്ള സാധ്യതയും വളരെ കൂടി വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് ഒരു ഒബ്സഷൻ ആയിട്ട് മാറേണ്ട ചാൻസ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ നൃത്തം ഇഷ്ടപ്പെടുന്ന കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരു ഗ്യാപ്പ് ഇട്ടിക്കഴിഞ്ഞാൽ അവർ വാതിലിന്റെ മറവിൽ പോയിട്ടും അതുപോലെ റൂമിൽ പോയിട്ടും വാതിലടച്ചിട്ടും അല്ലാത്ത എപ്പോഴും ഇവര് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അങ്ങനെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്നിട്ട് സ്റ്റെപ്പ് എടുത്ത് ഇങ്ങനെ കളിക്കുകയാണത്. അപ്പൊ ഇത് ഒരു ഒബ്സഷൻ ആയിട്ട് മാറുന്നുണ്ട്. കുട്ടികളെ ആരോഗ്യം തന്നെ മാറ്റുകയാണ്. എന്തിനാണ് ഇതിന്റെ ഒരു ആവശ്യം എന്നുള്ള എനിക്ക് മനസ്സിലാവാത്തത്. ഏത് രീതിയിലാണ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുക? ഇത് എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ളതിന്റെ കോർ റീസൺ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. എന്തിനാണ് കൊണ്ടുവന്നത് ഇവർ. ഇപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ ഹെറ്ററോ നോർമേറ്റിന്റെ വിഷയം ഇവർ പറഞ്ഞ് ഈ ആണ് പ്രസവിച്ചത്. അപ്പൊ ഇവരെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെക്ഷുവലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഉൾപ്പില്ലായ്മ ചെറുപ്പത്തിലെ കൊണ്ടുവരണം, ഇടകലരൽ, അതാണോ ഇവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് ചിന്തിക്കണ്ടേ? കാരണം ഈ അധപ്പതിച്ച സമൂഹത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കുട്ടികളിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ഉൾപ്പില്ലായ്മ വരുന്നുണ്ട്. ഇപ്പൊ അമേരിക്കന്റെ ഇപ്പോഴത്തെ വിഷയമായാലും വെസ്റ്റേൺ കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ഉൾപ്പില്ലായ്മ ചെറുപ്പത്തിലേ ഉണ്ട്. അതാണ് പിന്നീട് അത് വൾഗറായിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു കാര്യം കുട്ടികളിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഇവർ ചെയ്യുന്നത് എന്ന് നമുക്ക് ഇതിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, അതായത് നമുക്കൊരു ഡാൻസ് കൾച്ചർ ഇല്ല നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ കുറെ ഇങ്ങനെ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ അതുപോലെ ഗ്രൂപ്പ് ഡാൻസിങ്, ഈ രണ്ട് പരിപാടിയും നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇല്ല. പണ്ടൊക്കെ കാബറ ഡാൻസ് എന്നൊക്കെ പറയാണ്ട് ഇങ്ങനത്തെ വല്ലതും കാണുന്നുണ്ട്. സിനിമക്ക് അഡൾട്ട്സിനുള്ള സിനിമക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അല്ലാതെ വേറെ രീതിയിലില്ല. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഗ്രൂപ്പ് തലത്തിൽ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ ഏതെങ്കിലും എപ്പോ പോയിട്ടും ആൾക്കാർക്ക് സ്ട്രേഞ്ചേഴ്സിനോട് തന്നെ ഇടകലർന്ന് ഡാൻസ് ചെയ്യാനുള്ള ഒരു മനോഭാവം, അതിന്റെ ഒരു മെന്റൽ ബാരിയർ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒപ്പനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കുറെ കാലം പരിചയിച്ചിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള, അയൽപക്കക്കാരായിട്ടുള്ള, ബന്ധുക്കളായിട്ടുള്ള കുട്ടികൾ അവരുടേതായിട്ടുള്ള സ്പേസിൽ വെച്ചിട്ട് കളിക്കുന്നത് നമ്മൾ അതിനെ എതിർക്കാൻ പറ്റില്ല. കാരണം ഒരു ആഘോഷ ഒരു ഇതിലാണ്. പുറത്ത് പ്രത്യേകിച്ച് വേറെ പുരുഷന്മാരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ
ഈ സ്ട്രേഞ്ചേഴ്സിനോടുള്ള ഒരുമിച്ച് ചേർന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുക, നമ്മൾ ഡാൻസ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു മെന്റൽ ബാരിയർ ഉണ്ടാവും. ആ ബാരിയർ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ കൂടി ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്നും നമ്മുടെ പിണറായി വിജയനോ ഗോവിന്ദനോ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്കതിന് പ്രശ്നമില്ല ഉണ്ടാവില്ല. അവർക്ക് ഈ കമ്മ്യൂണിസവും ഇതുപോലുള്ള വെസ്റ്റേൺ ലിബറലിസവും തമ്മിൽ യോജിക്കുന്നില്ല എന്ന് പോലും മനസ്സിലാവുന്നില്ല അവർക്ക്. അതാണ് ഇതിൻ്റെ ഒരു ദയനീയ അവസ്ഥ. അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നത്, ഈ ഒരു പാർട്ടി കൾച്ചർ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ക്ലബ്. അതാണ് പുരോഗമനം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് യെസ്, അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് പുരോഗമനം ആണെന്ന് ഒരു പൊതുബോധം സൃഷ്ടിക്കുക. എന്ത് പുതിയതായിട്ട് വന്നാലും അതായത് യെസ്, കമ്മ്യൂണിസത്തെ ക്ലിയർ ആയിരുന്നില്ല. അത് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു പ്രശ്നമല്ല, അത് ആക്ച്വലി കരുതി കൂട്ടിയിട്ട് അങ്ങനെ ഒരു ശ്രമം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ക്ലബ്ബ് നവാസ്ക പറഞ്ഞില്ലേ, ക്ലബ്ബ് കൾച്ചർ, അതിന്റെ ശരിക്കുള്ള എന്താ വെച്ചാല് മറ്റേ നമ്മളെ ഈ ഇപ്പൊ മുമ്പ് ഹിന്ദു പത്രത്തിൽ വന്നിരുന്നു, ഇവിടെ കോഴിക്കോട് ഭയങ്കര ഓർത്തഡോക്സ് ജീവിത രീതിയാണ്, ഇവിടെ ക്ലബ്ബ് കൾച്ചർ, അതായത് ഈ പറഞ്ഞ കുറെ ക്ലബ്ബുകൾ ഉണ്ടല്ലോ, നമ്മളെ ഒരു ക്ലബ്ബ് സ്റ്റൈൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ഇതുണ്ട്. ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പാർട്ടിങ്, മറ്റേ വെള്ളടി, ആ ഒരു കൾച്ചർ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം കുറെ കൊല്ലം മുമ്പ് ഹിന്ദു പത്രത്തിന്റെ ഒരു രണ്ടാം പേജിൽ ലോക്കൽ ന്യൂസ് വന്നതിൽ ഞാൻ കണ്ടു. അപ്പൊ അത് പിന്നെ മുമ്പ് ഈ പറഞ്ഞ പോലെ എറണാകുളത്തൊക്കെ ക്യാബറേ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് പിന്നെ കുറെ പ്രതിഷേധമൊക്കെ വന്ന് പിന്നെ അങ്ങനെ അങ്ങ് പോയി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവര് ഈ പ്രത്യേകിച്ച് പഠനം നടത്തി പിന്നെ എന്താ ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ആദ്യം ഒന്ന് പിന്നെ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പേർട്ട് ആയ ആൾക്കാരോടൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യണ്ടേ? അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. മാത്രല്ല പെട്ടെന്ന് എടുത്തൊരു തീരുമാനം പറയാം. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഒരു നാടകം ഉണ്ടാക്കിയിട്ട് പിന്നെ എഴുതി ഉണ്ടാക്കി, എന്നിട്ട് ഞാനത് പോയിട്ട് പിന്നെ ഒരു പൊളിറ്റിക്കൽ ഉയർന്ന ഓഫീസിലിരിക്കുന്ന ഒരാളത്ത് പോയിട്ട് ഞാൻ എന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഇത് മൊത്തം സ്കൂളുകളിൽ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ചില പാട്ടുകാരൊക്കെ കൊണ്ടുവരുന്നില്ലേ സ്കൂളുകളിലൊക്കെ, ഗാനമേളക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അത് ചിലപ്പോ പണ്ടൊക്കെ ഗവൺമെന്റ് സ്കൂളുകളിൽ പാട്ടുകാരെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ, അത് അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാത്ത കാര്യമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ. അതും ഇതിന്റെ പിന്നിൽ ഉണ്ടാവാം. ഈ സൂംബ ഡാൻസിന്റെ കുറെ ആൾക്കാരുണ്ടല്ലോ, ഇത് പഠിച്ച കുറെ ഇതിന്റെ ട്രെയിനേഴ്സും ഇതിങ്ങനെ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആവശ്യവും കൂടി ഇതിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ ലെവലിൽ ഗവൺമെന്റിൽ ഇടപെട്ടിട്ട് നടത്തിക്കുന്നതായിരിക്കാം. അതുണ്ട്. പിന്നെ ഇത് പിന്നെ കുട്ടികളുടെ മാനസിക സംഘർഷം എന്ന് വെച്ചാൽ, കുട്ടികൾ രാവിലെ 8 മണി മുതൽ 5 മണി വരെ എവിടെയാണുള്ളത്? കൊല്ലങ്ങളായിട്ട് അവർ സ്കൂളിൽ തന്നെ അല്ലേ. വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാളും നേരം ഈ ടീച്ചേഴ്സാണ് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എങ്ങനെ 10 മണി മുതൽ 4 വരെ ഉള്ളൂ, വളരെ കുറഞ്ഞ ടൈമാണ്. ഈ പറയുന്ന രീതിയിലുള്ള ബ്രെയിൻ റോട്ട് വരാനോ ബ്രെയിൻ സാച്ചുറേറ്റഡ് അങ്ങനത്തെ ഒരു സാധനം അവർക്കില്ല. അതിന്റെ ഇടക്ക് മറ്റേ ഫിസിക്കൽ ട്രെയിനിങ് PT പീരീഡുകളൊക്കെ ഉണ്ട്. ഈ പറയുന്ന സ്ട്രെസ് ഒന്നും ഇല്ല, ഇല്ലാത്തൊരു പ്രശ്നത്തിനാണ് അവർ വരുന്നത്. യെസ്, ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കാരണം ആരാണെന്നുള്ളതാണല്ലോ. വീട്ടിലുള്ളതിനേക്കാളും അധികം ഇവർ ചെലവഴിക്കുന്നത് സ്കൂളിലല്ലേ. കാരണം വീട്ടിലെത്തിയ ഭക്ഷണം കഴിച്ച് കുറച്ച് വായിച്ച് അല്ലെങ്കിൽ കിടക്കാനുള്ള ഒരു ഇതിലല്ലേ വരുന്നുള്ളൂ. ബാക്കി ഫുൾ ടൈം ഇവരെ കൈകാര്യം ചെയ്യുന്നത് ടീച്ചേഴ്സ് ആണല്ലോ. അപ്പൊ സ്ട്രെസ്സിന്റെ പ്രശ്നം എവിടുന്നാണെന്നുള്ളത് നോക്കണല്ലോ. അല്ല, ഇതില് പറയുമ്പോ ഒരു കാര്യം കൂടി പറയണ്ട. ഈ സ്ട്രെസ്സിന് പരിഹാരം എന്താ ഇവര് കണ്ടെത്തിയത്? ഡാൻസ് കളിക്കലോ? അത് പഠനങ്ങൾ പറയുന്നത് അത് പരിഹാരമല്ല, അത് എന്താ പറയാ, തീയിൽ മണ്ണെണ്ണ ഒഴിക്കുന്ന പ്രതീതിയാണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പഠനങ്ങൾ മാത്രല്ല, ഇപ്പം ആമി വൈൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗായിക ഉണ്ടായിരുന്നു. അവരൊക്കെ അവസാനം എത്തിപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, കാണുന്ന ആൾക്കാർ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലാണ്. ഈ മയക്കുമരുന്നൊക്കെ എല്ലാം ഉപയോഗിച്ച് പിന്നെ ജീവിതത്തിൽ പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. ഈ നവാസ്ക പറഞ്ഞ പോലെ ഇങ്ങനെ അല്ലാത്ത ഒരാളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. മൈക്കൽ ജാക്സൺ ആയാലും അറിയപ്പെടുന്ന എല്ലാ ആൾക്കാരും ഇതിന്റെയൊക്കെ അടിമകളും. ഇവര് ഡാൻസും കൂടിയാണല്ലോ, വെറും പാട്ടല്ലല്ലോ. പാട്ടുകാരെന്ന് പറയുന്നവരൊക്കെ പെർഫോമൻസും കൂടിയാണ്. അപ്പൊ ഇവരാണല്ലോ മാതൃക, ഏറ്റവും മാതൃകയാണ്ടേ. സ്ട്രെസ് ഒന്നും ഇല്ലാത്തൊരു ജീവിതം ഇവർക്കാണ് ഉണ്ടാവേണ്ടത്. പറഞ്ഞ പോലെ ഫുൾ ടൈം ഡാൻസും പാട്ടുമായിട്ട് നടക്കുന്ന ആൾക്കാർ അത് ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. സത്യത്തില് ഈ പിണറായി വിജയനും അതുപോലെ നമ്മളെ ഇടതുപക്ഷ സർക്കാരും ചൈനയെ കോപ്പിയടിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കൺട്രോൾഡ് ക്യാപിറ്റലിസം, നമ്മൾ ബാക്കിയുള്ള ആശയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്
നമ്മളെ പാർട്ടി തലത്തിലുള്ള ഏറ്റവും മേധാവി തന്നെ ഒരു ദൈവ തുല്യനായിട്ടുള്ള ഒരു മനുഷ്യനെ കംപ്ലീറ്റ് കൺട്രോളിലുള്ള ഒരു മറ്റേ ഡെമോക്രസി ഒരു ക്യാപിറ്റലിസം ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ അവര് നമ്മള് ചൈന ഈ പറയുന്ന രീതിയിലുള്ള ഈ കെ പോപ്പ് മറ്റേ എന്താ ഈ കൊറിയൻ ഡാൻസ് കുറച്ച് ടീമുകളുണ്ടല്ലോ, ഈ പറയുന്ന കെ പോപ്പ് ഈ പറയുന്ന ആളുകളൊക്കെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതെന്താ വെച്ചെങ്കിൽ അവര് ഈ എഫെമിനേറ്റ് ചെയ്യണം, പുരുഷന്മാരെ വെറും കംപ്ലീറ്റ് വെറും ബോഡി ഇങ്ങനെ മൂവ്മെന്റും അതുപോലെയുള്ള പൗരുഷം മുഴുവനും എടുത്തു കളഞ്ഞ് അവന്റെ ജെൻഡർ റോളൊക്കെ ഒഴിവാക്കിയിട്ട് വെറും ഒരു ബ്യൂട്ടി, ഒരു പ്രദർശന വസ്തു എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ ചേഷ്ടകളും അതുപോലെ മുഖഭാവമൊക്കെ ആയിട്ട് മാറ്റുന്ന ആ രീതിക്കെതിരെ ഇവര് ഭയങ്കരമായിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണ് ഇപ്പൊ നമ്മള് ഇതുപോലുള്ള ഡാൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ കേരളത്തെ ഇടതുപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ മറ്റേ ഈ മാപ്പിളാവുകളെയും കുട്ടി സഖാക്കളെയൊക്കെ നയിക്കുന്നത് അതിലേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണോ അത്. ഇപ്പോ കെ പോപ്പിന്റെ ഒക്കെ ഒരു ജന്മസ്ഥലം എന്ന് പറയുന്ന കൊറിയയില് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് അവർ അനുഭവിക്കുന്നത്. കല്യാണം കഴിക്കണില്ല, വിവാഹങ്ങളില്ല, ഇതുപോലെ ജനങ്ങൾക്കൊന്നും ജോലി ചെയ്യേണ്ട, പ്രത്യേകിച്ച് ജീവിതത്തിന് ഒരു മീനിങ്ങും ഇല്ല. വളരെ സെനോഫോബിക് ആയിട്ടുള്ള ഒരു ജനതയാണ്. ഇപ്പൊ നമ്മൾ ജപ്പാൻകാരായാലും കൊറിയക്കാരായാലും എന്തിന് ഫിലിപ്പീൻസുകാർ വരെ ആ ഒരു രീതിയിലുള്ള സെനോഫോബിക് ആണ് അവർക്ക് ബാക്കിയുള്ള വംശീയരെ ഭയമാണ്, ശരിക്കും ഭയം. അത് മറ്റേ പല രീതിയിലുള്ള ഭയമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ ഒരിക്കലും ഇവരുടെ കൂടുതൽ ചേർക്കൂല. അവരുടെ രാജ്യത്തേക്ക് ഇതുവരെ ആർക്കും അതുപോലെ വിസ എന്ന് കൊടുക്കണമെങ്കിൽ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നത് ജപ്പാനിലൊക്കെ. ഇപ്പൊ മാത്രമാണ്. അതിന് കാരണം എന്താണ്? രാജ്യം തകർന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. രാജ്യത്തില് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ജനതയില്ല, ആർക്കും കല്യാണം കഴിക്കണ്ട. ഈ ഒരു അവസ്ഥയിലെത്തിക്കുന്ന അവസ്ഥയിലാണ് ശരിക്കും അവര് ഇനി മരിക്കുന്നതിൽ നല്ലത് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നത് നല്ലത്. അവ അവസാന നിമിഷമാണ് അവര് അനുമതി കൊടുക്കണുള്ളൂ. ഫിലിപ്പീൻസുകാർക്ക് പിന്നെ വേറെ യാതൊരു നിവൃത്തിയില്ല, രാജ്യത്തിന് പുറത്തെടുക്കല്ലാതെ അവർക്ക് യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് വരികയാണ്. എന്നാലും അവരുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ഈ പറയുന്ന രീതിയിലൊക്കെ അവർ തന്നെ ആയിരിക്കും ഉണ്ടാവും. ഇതിലേ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഒരു സ്റ്റഡിയാണ് സൂചിപ്പിക്കാൻ കാരണം, കേരള ഗവൺമെന്റ് ഒരു ശാസ്ത്രബോധമുള്ള സർക്കാർ എന്നൊക്കെയാണല്ലോ പറയാറ്. സത്യത്തിൽ ഇവര് ലഹരിയിൽ നിന്നൊക്കെ കുട്ടികളെ മോചിപ്പിക്കാനാണ് ഇവരുടെ നിയത്ത് ഉദ്ദേശം അതാണെങ്കിൽ 2019 പ്യൂ റിസർച്ച് നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് വെച്ചാൽ ജനങ്ങളെ ലഹരിയിൽ നിന്നും അശ്ലീലതയിൽ നിന്നും ഒക്കെ മാറ്റി നിർത്താൻ അവർ ദൈവവിശ്വാസം സഹായിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ദൈവവിശ്വാസികളെക്കാൾ കൂടുതൽ ഹാപ്പി ആയിട്ട് മറ്റാരും ഇല്ല. അപ്പൊ ദൈവവിശ്വാസത്തിന് ഭയങ്കര സ്വാധീനമുണ്ട് ആളുകളിൽ എന്നാണ് ചില പഠനങ്ങൾ, പ്യൂ റിസർച്ചിന്റെ പഠനങ്ങൾ പറയുന്നത്. അപ്പം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ കുട്ടികളുടെ ദൈവവിശ്വാസം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. അത് അവർ ഗവൺമെന്റിന്റെ ഭാഗത്തും ചെയ്യേണ്ട ഒരു മതേതര സ്വഭാവമുള്ള ഒരു സ്റ്റേറ്റിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷെ അത് പറയുന്ന മതസംഘടനകളെ 6ാം നൂറ്റാണ്ടുകാരായും പിന്തിരിപ്പന്മാരായും ചിത്രീകരിക്കുക ചെയ്യാന്നുള്ളതാണ്. ഒരു കാര്യം കൂടി, 1-2 സ്റ്റഡീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിട്ട് പറയല്ലേ, മ്യൂസിക്കിനെതിരെ നിൽക്കുന്നു, അത് പിന്തിരിപ്പനാണ് എന്ന് പറയുന്നുണ്ടല്ലോ ഇവര്. സത്യത്തില് ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചപ്പോ 1-2 പഠനങ്ങള്, അതായത് 2007 ഒരു വന്നത് US അമേരിക്കൻ സൈക്കോളജി അസോസിയേഷനോ അവർ നടത്തിയ ഒരു പഠനത്തിൽ പറഞ്ഞത്, സൈക്കോളജി ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ സ്ഥിരമുള്ള നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലോ, അത് അവരുടെ കോഗ്നിറ്റീവ് പെർഫോമൻസിനെ കാര്യമായി ബാധിക്കുന്നു. എസ്പെഷ്യലി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളാണ് സാധാരണ ഈ മ്യൂസിക് ഒക്കെ കേട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക. അങ്ങനത്തെ കുട്ടികളിൽ അത് പറഞ്ഞ സിഗ്നിഫിക്കൻ്റ്ലി റിഡ്യൂസ് ദ പെർഫോമൻസ് ഓഫ് മെമ്മറി ആൻഡ് റീഡിങ് സ്കിൽസ്. ആ കുട്ടികളുടെ മെമ്മറിയുടെയും റീഡിങ് സ്കിൽസ് ഒക്കെ നശിപ്പിക്കാൻ ഇത്തരം മ്യൂസിക്കുകൾ കാരണമാകുന്നുണ്ട് എന്ന് 2007 നടത്തിയ പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡിയാണ് പറയുന്നത്. വേറൊരു സ്റ്റഡി 1989 ക്വാർട്ടർലി ജേർണൽ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ പബ്ലിഷ് ചെയ്ത സ്റ്റഡി പറയുന്നത് വെച്ചാൽ മ്യൂസിക് ഡിസ്റ്റർബ് വർക്കിംഗ് മെമ്മറി ബൈ ഇന്റർഫിയറിംഗ് വിത്ത് വെർബൽ പ്രോസസ്സിംഗ്. അവരുടെ മെമ്മറിയെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുള്ളതാണ്. മാത്രമല്ല കുട്ടികളുടെ വായിക്കാനും അതേപോലെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലിനെയും ഈ ഇത്തരം മ്യൂസിക്കുകൾ നശിപ്പിക്കുന്നുണ്ടെന്നാണ് സ്റ്റഡി പറയുന്നത്. അതേപോലെ അവരുടെ വൈകാരിക തലങ്ങളെ സ്വാധീനിക്കുന്നു പറഞ്ഞിട്ട് മറ്റൊരു സ്റ്റഡി 2013 ഫ്രണ്ടിയേഴ്സ് ഇൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നത് ഇത്തരം കുട്ടികളെ മൂഡ് ചേഞ്ചിന് കാരണമാവും, മാത്രമല്ല അവരുടെ ഒരു ഡിപ്രഷൻ മോഡിലോട്ട് കൊണ്ടുപോകാൻ ഇത്തരം മ്യൂസിക്കുകൾ നിരന്തരം കേൾക്കുന്ന കുട്ടികൾക്ക്
കാരണമാവുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 2010 പബ്ലിഷ് ചെയ്ത മറ്റൊരു സ്റ്റഡി പറയുന്നത് എന്താ വെച്ചാൽ ജേണൽ ഓഫ് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഇത്തരം സ്ഥിരമായ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ പിന്നെ ദേഷ്യപ്പെടുന്ന ഫീലിങ്സ് ഓഫ് ആങ്കർ എപ്പോഴും കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ പിന്നെ അവർക്ക് ഒറ്റപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. മൊത്തത്തിൽ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കുന്ന കുട്ടികളെ നശിപ്പിക്കുന്ന ആണ് ഈ മ്യൂസിക്കിന്റെ അമിതോപയോഗം, സ്ഥിരമായി മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് ഭയങ്കര ഒരു പുരോഗമനമായും നമ്മുടെ കുട്ടികളുടെ ഡിപ്രഷൻ കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന സാധനം അത് നേർ വിപരീതം ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ പുതിയ തലമുറ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യെസ്, അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ഈ പിണറായി വിജയന് അതുപോലെ ഈ ഇടതുപക്ഷ സർക്കാരിന് ഇതുപോലെ ലഹരി കുറേശ്ശെ മദ്യം ക്രമേണ നിരോധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. എന്നിട്ട് 2018 ഇവര് സ്കൂൾ വിദ്യാലയങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നുള്ള ദൂരം 50 മീറ്റർ ആയിട്ട് കുറച്ചു. 200 മീറ്റർ ഉണ്ടായിരുന്നത് അത് 50 മീറ്റർ ആയിട്ട് കുറച്ചു. മദ്യശാലയിൽ നിന്ന് 50 മീറ്റർ ആയിട്ട് കുറച്ചു എന്നാണ് പറയുന്നത്. ഈ മയക്കുമരുന്ന് അതുപോലെ മദ്യ വിരുദ്ധ സർക്കാർ ചെയ്തതാണ്. 50 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെ സാധാരണ സ്കൂൾ ഗ്രൗണ്ട് അവിടെ 200 മീറ്റർ സ്ട്രൈറ്റ് ഓടാനുള്ള രീതിയിൽ കായിക മത്സരങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ 200 മീറ്റർ സ്ട്രൈറ്റ് ഓടേണ്ട രീതിയിൽ ഉണ്ടാവും. 200 മീറ്റർ ഉണ്ടാവും ഗ്രൗണ്ട് മാത്രം. അപ്പൊ 50 മീറ്റർ എത്രയായിരിക്കും? ഒരു കുട്ടിക്ക് കല്ലെടുത്തെറിയാൻ പറ്റുന്ന ദൂരം മാത്രമേ ഉള്ളത്. അത്രയും ദൂരം ഇത് കമ്മിയാക്കി കൊണ്ടുവരുന്ന ഒരു 150 അല്ലെങ്കിൽ 100 എന്നുള്ളതല്ല, അവരുടെ മുഖത്ത് തന്നെ കൊണ്ടുവന്ന് സ്ഥാപിക്കേണ്ട രീതിയിലാണ് ഇവര് നിയമം മാറ്റിയെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടച്ച ബാറുകൾ തുറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആ സമയത്ത്. ഇഷ്ടംപോലെ ബാറുകൾ തുറന്നിട്ടുണ്ട്. നമ്മള് ബാറ് കൊണ്ടുവരും, നിങ്ങൾ കുടിക്കാൻ പറ്റൂല. മുമ്പൊരു കോമഡി ഉണ്ടായിരുന്നല്ലോ, പിന്നെ ലോട്ടറി ടിക്കറ്റ് നഷ്ടത്തിലായപ്പം പിന്നെ സ്കൂളുകൾ കൊടുത്തിട്ട് അത് വിൽക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ കള്ളുഷാപ്പ് നഷ്ടത്തിലാവരുത് എന്ന് പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി മറ്റേ കഴിഞ്ഞ അബ്ദുറബ്ബ് സർക്കാരിന്റെ കാലത്ത് ഒരു കോമഡി ആയിട്ട് അതിനുശേഷം ഒരു കോമഡി ആയിട്ട് വന്നിരുന്നു. അതേപോലെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വരുന്ന കാലത്ത് ഇത്ര സ്കൂളുകളിൽ ഇത്ര സാധനങ്ങളൊക്കെ ലഭ്യമാകുന്ന സംവിധാനമൊക്കെ ഉണ്ടായിക്കൂടാന്നില്ല. അതൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നമ്മുടെ സർക്കാർ ഓടുന്നതന്നെ ഇതിന്റെ പുറകിലാണ്. മദ്യം ജീവിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ ഈ സാധ്യതകളും വിദൂരമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നവാസ് ഖാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുട്ടികൾ പുതിയ തലമുറക്ക് ഇതിനോട് വല്ലാത്തൊരു ആഭിമുഖ്യം, ഇപ്പം ഒരു മതചുറ്റുപാടിൽ വളർന്നു വരുന്ന കുട്ടികളായാൽ പോലും ഇത്തരം പാട്ട് കേൾക്കുക, മ്യൂസിക് കേൾക്കുക, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ഒരു പിന്നെ മ്യൂസിക് കേട്ടാൽ തുള്ളാനുള്ള ഒരു ടെൻഡൻസി അത് കുട്ടികളുടെ ഇടയിൽ വല്ലാതെ വളർന്നു വരുന്നുണ്ടോ? അത് എന്താണ് അതിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മള് എത്ര കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും അതായത് ഈ റീലുകള് ആ പറയുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്യുന്ന മറ്റേ റീലുകള്, ഡാൻസ് ചെയ്യുന്ന റീലുകള്, ഈ ഒരു പെൺകുട്ടിയും പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രമാട്ടോ കൂടുതലുള്ളത്, ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മുദ്ര, നമ്മുടെ സലീം കുമാർ പറഞ്ഞ മാതിരി ഏകമുദ്ര, ഏതെങ്കിലും ഒരു മുദ്ര ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും, ഇങ്ങനെ ഒരു മുദ്ര പിടിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ ഏതൊരു ഡാൻസ് സ്റ്റെപ്പായിട്ട് മൊത്തം ഇതില് ഇപ്പൊ നമ്മൾ ഈ ഡാൻസിന്റെ ആലോചിച്ച് കഴിഞ്ഞാല് നമ്മളെ നാട്ടിലുള്ള ഡാൻസുകൾ, ഈ മോഹിനിയാട്ടം, മറ്റേ ഭരതനാട്യം, അതുപോലെ ഇതൊക്കെ ഈ ദേവദാസി അതുപോലുള്ള ഈ മുതിർന്ന വളരെ റൂളിംഗ് ക്ലാസ് ആയിട്ടുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് ഇത്. എല്ലാം നൃത്തത്തിന്റെ പുറകിൽ നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലുള്ള കൾച്ചറൽ ആയിട്ടുള്ള കുറെ ചരിത്ര രേഖകൾ, വരകൾ, മറ്റേ ബന്ധിപ്പിക്കുന്ന നൂലുകൾ ഇതിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതില്ലാതെ തന്നെ ഇന്നിപ്പോ കുട്ടികൾ സ്വയം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ രീതിയിലുള്ള കംപ്ലീറ്റ് എപ്പോഴും ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതം മൊത്തം ആംഗ്യങ്ങൾ കംപ്ലീറ്റ് ഈ രീതിയിലാക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ജപ്പാനിൽ ഒരു ക്യൂട്ട് കൾച്ചർ ഉണ്ട്. ജപ്പാനിലെ ഏതെങ്കിലും ഒരു നമ്മൾ സാധാ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള പെൺകുട്ടികളുടെ ഒക്കെ ബോഡി ലാംഗ്വേജ് എല്ലാം വളരെ ക്യൂട്ടാക്കി മാറ്റാൻ ഇതുണ്ടാവും. അവരുടെ സംസാര രീതി, ആംഗ്യങ്ങള്, ഭാഷ ശൈലി, തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ, അതുപോലെ നമ്മൾ സാധാരണ രീതിയിൽ എന്നൊക്കെ പറയില്ല, കംപ്ലീറ്റ് ഒരു ക്യൂട്ട്നെസ് ആക്കിയിട്ട് ഒരു സെക്ഷലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മൊത്തം രാജ്യത്തിന്റെ തന്നെ ഒരു ഇമേജ് മാറ്റാൻ വേണ്ടി അയാൾ ചെയ്ത പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. മുൻ ഭരണാധികാരികൾ ചെയ്തത് ഇപ്പോഴും അതിന് ഭയങ്കര പ്രശ്നം. അതുപോലെ കൊറിയയില് ഓരോ രീതിക്കും ഹെയർ കട്ട്, അതുപോലെ മുഖത്തിന്റെ എങ്ങനെ മേക്കപ്പ് വേണം, പുരികം എങ്ങനെ വേണം, അതുപോലെ ചുണ്ട് ഏത് രീതിയിൽ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഗവൺമെന്റിന്റെ നിയമങ്ങളുണ്ട് നാട്ടിലെ പെൺകുട്ടികൾ നടക്കുന്ന രീതിയിൽ. യെസ്, അതിന്റെ ഇടയ്ക്കേ നിങ്ങൾ കൊറിയന്റെ തന്നെ വേറൊരു ഇതുണ്ട്, മറ്റേ വടക്കൻ കൊറിയ ഉണ്ടല്ലോ, അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാണല്ലോ, അവിടെ നേരെ തിരിച്ചാണ്. അവിടെ ഈ വക പരിപാടി ഒന്നും പറ്റില്ല. ഹെയർ സ്റ്റൈലൊക്കെ ഗവൺമെന്റ് പറഞ്ഞ 4-5 ഹെയർ സ്റ്റൈൽ ഉണ്ട്, അതിൽ ചെയ്തോളണം. ഇതുപോലുള്ള പരിപാടികൾ അവിടെ അനുവദിക്കുന്നില്ല. അങ്ങനെയല്ലേ ഇവിടെ ചെയ്യേണ്ടത് ശരിക്കും. ഒരു മാതൃകായോഗ്യമായ ഇവര് പറയുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ ഇപ്പോഴും അതിജീവിക്കുന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആണ്. അതെ അതെ, അവിടെ ഈ പരിപാടി പ്യുവർ ശുദ്ധമായിട്ടുള്ള ഒരു മാതൃക രീതിയാണ് അവിടെ. ഇവിടെ സമ്മേളനത്തിന്റെ പോസ്റ്ററിലൊക്കെ അയാളെ ഫോട്ടോ കാണാലോ. അപ്പൊ അത്രയും മാതൃകയുള്ള ആളാണല്ലോ അയാൾ. അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ അങ്ങനെ തന്നെ. അപ്പം ഇവര് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവിടെ ഈ പരിപാടി ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പരിപാടി അവിടെ സമ്മതിക്കില്ല. ദക്ഷിണ കൊറിയയിൽ ഈ പരിപാടിയൊക്കെ ഉണ്ട്, ലിബറലൈസ്ഡ് ഇതാണ്. പക്ഷെ ഇവിടെ ഈ പുരോഗമന സർക്കാരാണല്ലോ അതും. അപ്പൊ അവര് ആ പുരോഗമനം വേണ്ടെന്നാണ് പറയുന്നത്. 4 ടൈപ്പോ 5 ടൈപ്പോ ഹെയർ സ്റ്റൈലേ പറ്റുള്ളൂ, അല്ലാത്ത വെട്ടിക്കഴിഞ്ഞാൽ പിടിക്കും. അപ്പൊ അതിൽ വരെ കൃത്യമായ റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം ഇത് മൊത്തത്തിൽ ഒരു വേറെ കൾച്ചറിൽ പോയിട്ട് അവസാനം പണിയാവുന്നതായിരിക്കും അയാൾ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഈ ചെറിയ കുട്ടികളെ പറഞ്ഞ 4 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ ഈ റീൽസ് കണ്ടിട്ടൊന്ന് ജസ്റ്റ് ഇപ്പൊ നവാസ് പറഞ്ഞ പോലെ ചെറിയ പെൺകുട്ടികൾ വരെ ആ ഒരു ഇതൊക്കെ അവർക്ക് അറിയാം. ഇതൊക്കെ എങ്ങനെ ഇപ്പൊ മറ്റേ ഇയാൾക്ക് മമ്മൂട്ടിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയുന്നില്ലേ, ചെറിയ കുട്ടികളൊക്കെ ഇതിപ്പോഴേ പഠിച്ചിട്ടാ വരുന്നത്. അതാണ് അതിന്റെ ഒരു അവസ്ഥ. പിന്നെ വേറെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് എത്ര കാലം നിലനിൽക്കുന്നതാണ് അവർ കരുതുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസ് ചെയ്യാം, ഓക്കെ, നമുക്ക് ആകെ അറിയാവുന്ന ഒരു 3-4 സ്റ്റെപ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു 3-4 സ്റ്റെപ്പുകൾ അവരുണ്ടാവും ഇങ്ങനെ ശരീരം ഇളകുന്ന രീതിയിൽ. ഇത് നമ്മൾ ആദ്യത്തെ ദിവസം നല്ല രസമായിരിക്കും, രണ്ടാമത്തെ ദിവസം ഒന്നുകൂടി നമ്മൾ ഉഷാറാക്കിയിട്ട് വന്നിട്ട് ചെയ്യും. ഇതൊരു 2-3 മാസം കഴിഞ്ഞാല് എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? ഇത് ഒരു വിദ്യാഭ്യാസ പരിഷ്കാരം, ഈ വിദ്യാഭ്യാസ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ എത്രത്തോളം പഠനം നടത്തിയിട്ട് അത് ഈ ഇവരുണ്ടാക്കുന്ന ദീർഘകാല സ്വാധീനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒക്കെ പഠനം നടത്തിയിട്ട് വേണ്ട അവർ ചെയ്യാനേ. ഇത് എത്ര കാലം നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇതൊരു 6-7 മാസത്തിൽ അധികം നിലനിൽക്കുന്നുള്ളത്. കാരണം എന്നും ഒരു ബോറിംഗ് ആയിട്ടുള്ള സ്ഥിരം സ്റ്റെപ്പുകൾ രാവിലെ വൈകിട്ടും വന്നിട്ട് ചെയ്യാൻ ഒരു കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് ഒരു ശരിക്കും ഒരു എൻസ്ലേവ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെ ഒരു മാൻഡേറ്ററി ആയിട്ട് എല്ലാ കുട്ടികൾക്കും നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര അടിമത്താണ് ശരിക്കും. ഒരു പ്രത്യേക രീതിയിലുള്ള ശരീര ചലനം, അത് കുറച്ചു നേരത്തേക്ക് എല്ലാവരും കൂടിയിട്ട് ഒരു ചോർ ആയിട്ട് മാറിയിട്ട് ഒരു ഇപ്പൊ നമ്മൾ കുക്കിംഗ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരിക്കും. പക്ഷെ നമ്മൾ ദിവസവും ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൽ ഈ പറയുന്ന രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതുമയോ ഒന്നും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു റോട്ടോ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. പണ്ട് നമ്മൾ സ്കൂളില് ഒരു വെള്ളിയാഴ്ച ലാസ്റ്റ് 2 പീരീഡ് DMK വരും, ഡാൻസ് മ്യൂസിക് കരാട്ട യോഗ. ആ 4 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം ഡെഫിനറ്റ് ആയിട്ട്. അപ്പൊ തുടക്കത്തിൽ സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ കരാട്ടേനും എല്ലാവർക്കും കരാട്ട ഇഷ്ടപ്പെടുന്നു. പിന്നെ കാലക്രമേണ പിന്നെ യോഗ ഓഡിറ്റോറിയത്തിലായിട്ട് കരാട്ട ക്ലാസ് റൂമിലേക്ക് ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു മടുപ്പ് വരും ശരിക്കും. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഒരു പരിധിക്കപ്പുറം ഒരു ഡെയിലി സ്ഥിരമായിട്ട് ഒരേ കളി കളിക്കുമ്പോൾ ഉറപ്പായിട്ടും മടുപ്പ് വരും. പിന്നെ ഇവരെന്താക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവർ ഏത് ഡാൻസിലേക്ക് പോകുന്ന നമ്മൾ ആലോചിക്കേണ്ടത്. അതെ, ഇത് കരാട്ടയ്ക്ക് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. കരാട്ടയ്ക്ക് ഇപ്പൊ നമ്മുടെ ആയോധന കലകൾക്ക് ഒരു പ്രോഗ്രഷൻ ഉണ്ട്. അതായത് ഇനി നമ്മൾ അടുത്ത മാസം മുതൽ നമ്മൾ പുതിയൊരു സ്റ്റെപ്പ് ആയിരിക്കും, ഒരു കാട്ടാസ് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മാതിരി പുതിയൊരു കാട്ടാസ് നമുക്ക് എടുത്ത് കാണിക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും. അങ്ങനെ ഇവർക്ക് അടുത്ത മാസം പുതിയതായിട്ട് സംഭവിക്കും, അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് കഠിനമായിട്ടുള്ള വേറൊരു അറ്റാക്കിങ് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് രീതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിലെന്ത് തേങ്ങയാണുള്ളത് എനിക്ക് മനസ്സിലാവുള്ളത്. അല്ല, ഇങ്ങനെ പ്രോഗ്രഷൻ ഉണ്ടായിട്ട് പോലും കരാട്ട ക്ലാസ് റൂമിലേക്ക് ഒതുങ്ങി, യോഗ വന്ന ഓഡിറ്റോറിയത്തിലേക്ക് കയറി. എന്റെ അനുഭവമാണത്. അതെ അതെ, കുട്ടികളെ അതിന്റെ അടുത്ത് നോക്കുവേ ഈ യൂഫോറിയ പ്രശ്നമൊക്കെ അവിടെ വരുമല്ലോ. ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഗ്രാറ്റിഫിക്കേഷനോ പിന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോഴാണ് ഈ ഡാൻസേഴ്സിന്റെയും പാട്ടുകാരുടെയും പറഞ്ഞ അവസ്ഥ അതാണല്ലോ. അവർക്ക് പിന്നെ അടുത്ത കൂടുതൽ ഇത് കിട്ടുന്നതിലേക്ക് പോകാനുള്ള ടെൻഡൻസി അല്ലേ ഉണ്ടാവുക. അത് കൂടുതൽ സ്ട്രെസ്സിലേക്കും സ്ട്രെയിനിലേക്കും നയിക്കല്ലേ ചെയ്യുന്നത്.
യെസ്. എനിക്കൊന്ന് ഈ ഡാൻസ് കൾച്ചർ ഇപ്പൊ എല്ലാത്തിനെയും ബാധിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് മലബാർ ഏരിയയിലൊക്കെ കല്യാണത്തിനൊക്കെ ഇപ്പം ഒരു പാരന്റ് പറഞ്ഞത് മോളെ കല്യാണം ആകുമ്പോഴത്തേക്ക് ഡാൻസിന്റെ സ്റ്റെപ്പ് പഠിക്കണം എന്നാണ്. മൂപ്പരും വൈഫും പഠിക്കണം. പിന്നെ കല്യാണത്തിന് പെണ്ണിന്റെ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഡാൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു കുറച്ചിലായിട്ടാണ് കാണുന്നത്. പെണ്ണെന്നെ ഡാൻസ് ചെയ്ത് വരും. അപ്പൊ ഇതൊരു ഒരു ഒരു ഭാഗമായി മാറി, ജീവിതത്തിന്റെ ഭാഗമായി, കൾച്ചറിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര എന്തോ ഒരു സംഭവമാണ് എന്നും നന്നായി ഡാൻസ് കളിക്കാൻ അറിയാം എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടൊക്കെ കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതെ അതെ, അത് സോഷ്യൽ വാലിഡേഷൻ എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആളുകൾക്ക് എന്നും ഇങ്ങനെ കാണാൻ രസിക്കുന്ന രീതിയിലുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതിലേക്ക് ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അവരുടെ ഒരു മതിപ്പ് വാങ്ങുക എന്നുള്ള ഒരു 24 മണിക്കൂറും ഒരു സോഷ്യൽ വാലിഡേഷന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെന്റാലിറ്റി കൂടി ഉണ്ടാവും. ഇത് ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്ക് അവർ നയിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്റെ മൈൻഡിലുണ്ടായ രണ്ട് മെയിൻ പോയിന്റ്, രണ്ടെന്നല്ല, മെയിൻ പോയിന്റ്, ഇത് സർക്കാർ ഇമ്പോസ് ചെയ്യുന്നത് ഇവർക്ക് മേലെ നിന്നുള്ള ഒരു എന്താ പറയാ ഒരു ഉത്തരവ്, എവിടുന്നോ ഉള്ളൊരു ഉത്തരവ് കാരണമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, മറ്റേ ഹെറ്ററോനോർമേറ്റിവിറ്റി വിഷയങ്ങൾ എവിടുന്നോ ആരോ എന്തോ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അതുകൊണ്ട് ഇവർ ചെയ്യുന്നു. അല്ലാണ്ട് മറ്റേ ജൂംബെ, മറ്റേ പിണറായി വിജയൻ പറഞ്ഞെന്ന് പറഞ്ഞ പോലെ അത് സ്ഥാപിക്കലായിരുന്നു എന്റെ മെയിൻ പോയിന്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങളെയും ചിന്താഗതി, നിങ്ങളെയും കൺക്ലൂഷൻ ആ രീതിയിലായതുകൊണ്ട് അത് ഓക്കെയാന്ന് വിചാരിക്കുന്നു. വേറെ എക്സ്ട്രാ പോയിന്റ് ഒന്നും എന്റെ മൈൻഡിൽ വരുന്നില്ല. അതെ, അത് വളരെ സ്ട്രോങ് പോയിന്റ് ആണ് അത്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ മൊത്തം പാശ്ചാത്യ രാജ്യങ്ങളിൽ, അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, കാനഡ, ഈ പറയുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്കെതിരെ വളരെ വംശീയമായിട്ടുള്ള പരാമർശങ്ങളും ആക്രമണങ്ങളും പുതിയ ടെർമിനോളജികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മളിവിടെ ജനസംഖ്യാപരമായിട്ട് ഇതുപോലെ ഒരു ബ്രീഡ് ചെയ്യുന്ന ഒരു സമൂഹമാവുകയും ഒരു കൾച്ചറൽ ഒരു ഇൻവേഷൻ, ഒരു അതിക്രമണമൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ മുൻകൂട്ടി കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ എങ്ങനെയെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെ കോലത്തിലാക്കണം. പണ്ട് കണ്ണൂട്ടന്മാരതിൽ ഒന്നുമില്ലെങ്കിൽ അദ്രമ്മൂനെ പോലെ എന്നെയാക്ക്, അല്ലെങ്കിൽ എന്നെ പോലെ അദ്രമാനെ ആക്ക് എന്ന് പറഞ്ഞാണ്ട് ഉണ്ടായിരുന്നു. ഈ രീതിയിൽ പോലെ നമ്മളെ ആക്കണം എന്നുള്ള ഒരു പ്ലാൻ ഇവർക്ക് ഉണ്ടാവും എനിക്ക് പറയാം. അതുകൊണ്ടാണ് ഈ പഴയ തിയറികളൊക്കെ കൊണ്ടുവന്നിട്ട് മ്യൂസിക് തെറാപ്പി, ഡാൻസ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാപ്പിളാവുകളൊക്കെ അവതരിപ്പിക്കുന്നത് അതേ സാധനം തന്നെ ഇട്ടുകൊണ്ട് വന്നിട്ട് പുതിയ ശാസ്ത്രത്തിലോ പഠനങ്ങളിലൊക്കെ വന്ന ഇതിന്റെ മാനസിക, ശാരീരിക സാമൂഹിക പ്രത്യാഘാതങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ഇത് പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെട്ട സംഗതിയാണെന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അവർ. ആ രീതിയിൽ ജനങ്ങളെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിരോധാഭാസം. അപ്പൊ നമ്മളെ ഒരു സാമൂഹികമായിട്ട് ഇങ്ങനത്തെ ഒരു ഇൻവേഷനെ കാരണം കൊറിയയിലും ഈ പറയുന്ന സംഗതി തന്നെയാണ്. അവിടെയൊക്കെ ജനസംഖ്യകൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. നമ്മളിവിടെ ജനസംഖ്യ കൂടി വരിക മാത്രമല്ല, ഈ ഒരു 19 വർഷത്തേക്ക് അവരുടെ എല്ലാ രാജ്യങ്ങളുടെയും ഈ ഡെമോഗ്രഫിയിലുള്ള കുറവ് നികത്താൻ നമ്മൾ ഇന്ത്യക്കാരെ കൊണ്ട് കഴിയും. മാത്രമല്ല ഒക്കെ മറ്റൊരു ഇന്ത്യയായിട്ട് മാറും. നമ്മൾ പല ബ്രോങ്സ്റ്റണോ, അതുപോലെ ബർമിംഗാം, അതുപോലെ ലെയ്സ്റ്റർ, കാനഡയിലാണ് ആദ്യം പറഞ്ഞ 2 സ്ഥലങ്ങൾ, മറ്റേത് ബ്രിട്ടനിലാണ് 2 പറഞ്ഞ സ്ഥലങ്ങൾ. ഇതൊക്കെ കംപ്ലീറ്റ് ഒരു ഇന്ത്യൻ മറ്റേ ടൗൺ ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ത്യൻ നെയ്ബർഹുഡ് എന്ന് പറയുന്നത്, ഒരു നെയ്ബർഹുഡ് എന്ന് പറയുന്നത്, അവിടത്തുള്ള കംപ്ലീറ്റ് സംസ്കാരം മാറി. അപ്പൊ ഇത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള, പ്രത്യേകിച്ച് അവർക്ക് അങ്ങനത്തെ ഒരു സംസ്കാരമൊന്നുമില്ല. അവര് കൾച്ചറൽ മെൽറ്റിംഗ് പോട്ട് എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഈ മെൽറ്റിംഗ് പോട്ട് എന്ന് പറയുന്നത് തന്നെ മറ്റൊരു ഇമ്പോസിഷൻ ആണ്. ഏതായാലും അത് നമ്മുടെ ചർച്ചന്റെ ഉള്ളിൽ വരുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കൾച്ചറൽ മറ്റേ രീതികൾക്ക് ഭീഷണിയാവുന്ന രീതിയിലുള്ള എല്ലാ കൾച്ചറുകളെയും അവര് അതിഭീകരമായിട്ട് എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് വംശീയതയും അതുപോലെ വളരെ തെറിവാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അല്ല, അത് അവർക്ക് ഈ കാനഡയിലൊക്കെ ഈ പറഞ്ഞ ഭയങ്കര സൈലന്റ് ആയിട്ട് അവർക്ക് ഈ ബഹളവും പാട്ടും കുത്തൊന്നും പറ്റില്ല. ഇപ്പൊ ഈ അടുത്ത് ഒരുപാട് വീഡിയോകൾ കണ്ട് ഇൻസ്റ്റാഗ്രാമില്, ഇങ്ങനെ പിന്നെ നട്ടപ്പാതിരാക്കൊക്കെ റോഡുമിൽ ഇറങ്ങിയിട്ട് മറ്റേ ഇതുണ്ടല്ലോ, വലിയ ചെണ്ട ഉണ്ടല്ലോ, ഇവിടുത്തെ ചെണ്ട പോലത്തെ അല്ല, ഒരു രീതി കൂടി അത് ഈ പഞ്ചാബികളും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാവും. പഞ്ചാബികൾക്ക്
ടോർച്ചിന്റെ കട്ട ഇത്രയും വല്ലേ വല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികളാണ് അവിടെ. അത് മറ്റേ ചൈനക്കാർ കളിയാക്കിയ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നു. അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവരൊക്കെ തുനക് തുനക് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വെച്ചിട്ടാണ്. അത് ഞാൻ മറ്റേ പ്ലസ് വണ്ണിനോ, അതായത് പ്ലസ് വണ്ണിനോ കോളേജിൽ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് വരുമ്പോ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് മെഹന്തി. വെച്ചിട്ടാണ് കളിയാക്കുന്നത്. സത്യത്തില് സിഖുകാർ പാവങ്ങളാണ് ഇക്കാര്യത്തിൽ. ഓരെല്ലാം ഇത് ചെയ്യുന്നത്. അതായില്ല കോമഡി. സിഖുകാർക്ക് ഈ പരിപാടി കുറവാണ്. അപ്പൊ ഇത് കല്യാണ പാർട്ടി മറ്റേ പിന്നെ മതപരമായ ആഘോഷങ്ങളൊക്കെ വൻ ഇതാണ്. ഇപ്പൊ ഈ അടുത്ത് ഏതൊരു ഗൾഫ് രാജ്യത്തും ബുർജ് ഖലീഫയിലോ അങ്ങാണ്ട് അങ്ങനെ അത് കഴിഞ്ഞ ഒരാഴ്ചന്റെ ഉള്ളിൽ നടന്ന സംഭവം. ഇതേപോലെ ഗുജറാത്തികൾ വന്നിട്ട് നന്നായിട്ട് ഡാൻസ് ഇതാക്കിയിട്ട്. മറ്റുള്ളവർക്കൊന്നും അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. അതൊരു ഭാഗത്ത്. പിന്നെ ഇതിന്റെ വേറൊരു വശം എന്താ വെച്ചാല്, ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഇപ്പൊ ഉള്ളൊരു ട്രെൻഡ് നമ്മളെ അറിയായിരിക്കും, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് ചേർത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കോവിഡിന്റെ ആ സമയത്തൊക്കെ. അപ്പോൾ പബ്ലിക് സ്കൂളുകൾ പ്രോത്സാഹിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റും അതിന് നല്ല നിലക്ക് കുറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇപ്പൊ നടക്കുന്ന ഒരു ഇതെന്താ വെച്ചാല്, ഇപ്പൊ ഈ കൊല്ലം കണ്ടമാനം ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന് ഒരു കാരണം ടീച്ചേഴ്സ് പറയുന്നത്, ഈ ഇങ്ങനത്തെ ഒരു അഴകുഴമ്പൻ പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വരുന്ന പല ഇതും ഭയപ്പെട്ട് കുട്ടികളെ ഇപ്പൊ അടിപിടി കൊലപാതകം വരെ നടന്നല്ലോ സെന്റ് ഓഫിന്റെ ഭാഗമായിട്ടൊക്കെ. അപ്പൊ ഇത് ഗവൺമെന്റ് സ്കൂളാകുമ്പോൾ ഇതിനൊക്കെ പിന്നെ ഇവര് ഒരു പ്രോത്സാഹിപ്പിക്കുന്ന രീതി, മറ്റു കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് സ്വാതന്ത്ര്യം അതിനുള്ള ഇതുണ്ടല്ലോ. മറ്റേ മാനേജ്മെന്റ് സ്കൂളുകളിലാകുമ്പോൾ കുറച്ചൊരു പിന്നെ കടുകട്ടി കുറച്ചൊരു സ്ട്രിക്ട്നെസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് കുട്ടികളെ ഇതിൽ നിന്ന് പിൻവലിക്കുകയാണ്. അങ്ങനെ ഡിവിഷൻ ഫോൾ വന്നിട്ടുണ്ട്. എത്രയോ ഡിവിഷൻ, എത്ര എനിക്ക് ഓർമ്മയില്ല, ഏതാണ്ട് 2000-ഓളം ഡിവിഷൻ കേരളത്തിൽ മൊത്തം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഞാനിത് അറിഞ്ഞത് എന്താ വെച്ചാൽ, ഈ ടീച്ചേഴ്സ് പോസ്റ്റ് കുറയുന്ന അവർക്കൊരു വലിയ ഇതാണല്ലോ. PSC വഴി കയറുന്ന ആൾക്കാർക്ക് പോസ്റ്റ് മൊത്തത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയാ ജോലിക്ക് കയറുന്ന എണ്ണം ആൾക്കാർക്ക് കുറച്ചല്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നോക്കിയപ്പോ പല സ്കൂളുകളിലും നന്നായിട്ട് കൊല്ലുണ്ടായിരുന്ന ഒരു പുതിയൊരു സിറ്റുവേഷനാണ്. ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വന്നിരുന്ന ആൾക്കാർ തിരിച്ചു പോവുകയാണ്. തിരിച്ച് പിന്നെ CBSE അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് പോവാണ്. പൈസ ചെലവും ഒക്കെ കൂടുതലാണ്. അപ്പൊ അവിടെ ഇങ്ങനത്തെ പരിപാടി ഇല്ല. അപ്പൊ നോക്കുക, CBSE സ്കൂളുകളിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്യുന്നില്ല. പിന്നെ സൂംബ ഡാൻസ് ഒന്നും അവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലോ. പിന്നെ മാത്രല്ല അപ്പൊ ഏതെങ്കിലും ഇപ്പൊ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഏതെങ്കിലും ഇനി ഇത് അപ്പൊ അവർക്ക് അവരുടേതായ ഒരു സ്ട്രിക്റ്റ് കോഡ് ഉണ്ടാവും അവിടെ. അപ്പം ഇത് എന്താ വെച്ചാല് ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒക്കെ പല പദ്ധതികൾ പല കാലങ്ങളിൽ ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കൊരു ഇതുണ്ടാവണം. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർക്ക് എന്തോ ഒരു ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അതിന്റെ ഒരു ഏറ്റവും പുതിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലതും ജനങ്ങൾ ചെറുത്ത് നിന്ന് പലതും നിർത്തിവെച്ചല്ലോ. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു സംഭവമായിട്ട് കൊണ്ടുവരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവരെ കൂട്ടത്തിലുള്ള ആൾക്കാർ ആരോ ഈ സുംബ ഡാൻസിന്റെ ആരൊക്കെയോ ഉണ്ട്, ടീച്ചിങ്ങോ, അല്ലെങ്കിൽ അവർ സ്വാധീനിച്ചതായിരിക്കും. എന്നാൽ ഇതുകൊണ്ട് കുട്ടികൾക്ക് എന്ത് ഗുണമാണുള്ളത് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാകുന്നില്ല. അല്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ ഇടപെട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമായിരുന്നു ഇതൊക്കെ വരേണ്ടത്. ഇതിലൊരു പഠനം നടത്തില്ല എന്ന് മാത്രമല്ല, പഠനം ഇവർക്കെതിരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു പുരോഗമനം. SFI ഒക്കെ ക്യാമ്പസിലൊക്കെ ബോർഡ് വെക്കണ പോലെ, ആ ബോർഡ് കണ്ടില്ലല്ലോ, നമുക്ക് 4 ആൾ മുമ്പിൽ പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള പോസ്റ്ററുകളും ബോർഡുകളാണല്ലോ SFI വെക്കല്. അതേപോലെയുള്ള ഒരു തീരുമാനം, അല്ലാണ്ട് പഠനം ഒന്നും ഇതിന് പിന്നിലുണ്ട് എന്ന് ഇല്ലാന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. പഠനമല്ല, പഠനം ആയിരിക്കണം എന്നില്ല. ശാസ്ത്രസാഹിത്യ പരിഷത്ത് മുമ്പ് മറ്റേ ഒരു വിവാദ പാഠപുസ്തകമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ ഒരു ലക്ഷ്യത്തിലേക്കുള്ളതായിട്ടാണ് അവർ കാണുന്നത്. ഒരു പ്രത്യേക പഠനം നടത്തി സയന്റിഫിക് ആയിട്ട് കൊണ്ടുവന്നതൊന്നുമല്ല. ഒരു മതമില്ലാത്ത ജീവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകത്തിൽ ഒരു ഇതൊക്കെ അടിച്ചു വെച്ച് ഒരു ഉണ്ടായിരുന്നില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ഇംപ്രഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അതുപോലെ പുരോഗമന പുകസ സാംസ്കാരിക സംഘം, ഈ പറയുന്ന ഇതൊക്കെ ഭയങ്കര മഹാന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഞാനിതിന്റെ മുമ്പ് അതിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ചർച്ചയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും സത്യം പറഞ്ഞാല്. അതായത് ഇവരൊക്കെ വളരെ ഏതോ ഒരു കാലത്തെ നമുക്കൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു 70-60കളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഹിപ്പി മോഡലിലെ കൾച്ചറിൽ എന്തൊക്കെയോ ഒരു സങ്കീർണമായ കുറെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഇതെന്തോ ഭയങ്കര ആശയാണ് പറഞ്ഞിട്ട്
അതിന്റെ ഇടയിൽ കൂടെ ഈ വൈരുദ്ധ്യാത്മക ഡയലക്ടിക്സ് ഒക്കെ തിരികെ കയറ്റിയിട്ടുള്ള ഒരു വിചിത്ര ലോകത്താണ് അവരുണ്ടാവുക. അവരോട് നമ്മൾ ഈ പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അവർക്ക് ആകെ അറിയുന്ന ഒരു പുരോഗമനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡയലക്റ്റിക് ഒരു വീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അതിന് പരിഹാരം ഒന്നും ഉണ്ടാവില്ല. അതിൽ ഉൾപ്പെടുത്തി കിട്ടിയാൽ മതി. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് അതിനുള്ള ഉത്തരം കിട്ടൂല. എങ്ങനെയെങ്കിലും മല്ല് കെട്ടിയിട്ട് ഈ ഡയലക്ടിക്സിലും കയറ്റി കഴിഞ്ഞാല് തൃപ്തിയായി. താത്വികമായിട്ടുള്ള വർത്താനം പറയാം. ചോദിച്ചു എന്താ നമ്മൾ ആവശ്യത്തിലുള്ളതൊന്നും ഒരു കൊടുത്തോണ്ടാവില്ല അവർക്ക്. ഇല്ല, അങ്ങനത്തെ പരിപാടികളൊക്കെ പലതും ഇംപ്ലിമെന്റ് ചെയ്ത് ഈ മറ്റേ എന്താ പറയാ പഞ്ചായത്ത് സ്കീമുകളിലൊക്കെ ഇങ്ങനത്തെ ഇവര് വന്നിട്ട് പറഞ്ഞ പോലെ ക്ലാസ് എടുത്തിട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പരാജയപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞ പോലെ മിഥ്യാധാരണയാണ് ഇവര് അല്ല ശാസ്ത്രീയമായിട്ട് പഠിച്ച് അതൊന്നല്ല, പേരെങ്ങനെയാണെന്നേ ഉള്ളൂ. പുരോഗമന കലാസാഹിത്യ സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഒരു കാര്യവും ഇല്ല. പാർട്ടിന്റെ കീഴിലുള്ള സംഭവമാണെന്നുള്ളതാണ് പാർട്ടി പറയുന്നത്. അതിന്റെ ടോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിന്ദു ബിന്ദു അങ്ങനെ ഇങ്ങനെ പറഞ്ഞെന്നുള്ള മറ്റേ വിഷയങ്ങളില് ഇപ്പൊ എനിക്കൊരു മാധ്യമത്തിന്റെ ഒരു ആർട്ടിക്കൽ ഇട്ടിട്ട് സുംബക്ക് എന്താണ് തെറ്റ്, 21ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത് ബിന്ദു ഇറങ്ങിയിട്ടുണ്ട്, സാധനം ഇറങ്ങിയിട്ടുണ്ട്. ബിന്ദു ഇറങ്ങിയിട്ടുണ്ട്. സംഭവം ഇതാ തന്നെ ചാനലുകളിലൊക്കെ വന്നല്ലോ. അതേ രീതിയിൽ തന്നെയല്ലേ റിപ്പോർട്ടറിലെങ്ങാണ്ട് കാണുന്നുണ്ടല്ലോ അതേ സംഭവം. ഈ പറഞ്ഞ തന്നെ ഇവരേത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നാ കാണിക്കുന്നത് തന്നെ അതിന്റെ കാർഡ് തന്നെ. അത് ഇൻഡയറക്ട്ലി അവർക്ക് 6ാം നൂറ്റാണ്ടാ പറയേണ്ടത്. ഫോട്ടോ ആണ് കാണിച്ചത്. അതെ, അതില് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്ന ടി കെ അഷ്റഫ്ഖാന്റെ ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത്. മൂപ്പരെങ്കിലും പറയാൻ മെനക്കിട്ടത് വലിയ കാര്യം. കാരണം മൂപ്പർക്ക് ഉറപ്പാണ് പറയുന്നതോട് കൂടി നല്ല അടി കിട്ടും. പക്ഷെ എന്നിട്ടും പറയാൻ കാണിച്ച ധൈര്യം സത്യം പറഞ്ഞാല് ഏറ്റുപിടിക്കാൻ ആൾക്കാർക്ക് മുന്നിട്ടിറങ്ങാൻ കാരണമായി. ഉയർന്ന പ്രതിഫലം നൽകട്ടെ. അല്ല, അത് മാത്രമല്ല, ഇതിന്റെ ഒരു ശാസ്ത്രീയ വശ പഠനങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രമുഖമായ ഒരു വിഭാഗത്തിന് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമല്ലേ? അത് പറഞ്ഞതിന് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാന്ന് മനസ്സിലാവണില്ല. ഇപ്പം ദേശീയ ഗാനത്തിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കി തരണം, ഞങ്ങൾ വിശ്വാസപരമായ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് യഹോവ സാക്ഷികളാന്ന് തോന്നുന്നു കോടതി പോയപ്പം കോടതി അനുകൂലമായിട്ട് പറഞ്ഞു 3 കുട്ടികൾക്ക് മാത്രം ഓക്കെ അങ്ങനെ ആവാം, നിങ്ങളുടെ വിശ്വാസമാണെങ്കിൽ അങ്ങനെ ആവാം എന്ന് എക്സെപ്ഷൻ കൊടുത്തു. അങ്ങനെ ഒരു എക്സെപ്ഷൻ പരിഗണന വിഷയത്തിൽ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിശ്വാസവുമായി യോജിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാതെ അത് തങ്ങൾക്ക് മറ്റൊരു നിലക്ക് മൈലേജ് ഉണ്ടാക്കുന്ന രൂപത്തിലൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവര്. എന്താ പറയുക, ഈ ആളുകള് ഈ സ്വാതന്ത്ര്യം പറയുന്ന ആളുകൾ മുഴുവനും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് അയാളുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ലിബറലിസം കുറച്ച് സംഗതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ മാത്രം യാതൊരു ഡിസ്കഷനോ അല്ലെങ്കിൽ യാതൊരു ചോയ്സോ ഉണ്ടാവാൻ പാടില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഈ ദൈവത്തിന്റെ എണ്ണം വളരെ ലിബറലുകളാണ്. ഇപ്പൊ ദൈവം ഒരു 4 കൂടിക്കഴിഞ്ഞാലൊന്നും ഇപ്പൊ നമ്മൾ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നമല്ല. കാരണം എന്താണ്, അവരുടെ ഒരു സങ്കല്പം അതാണ്. നേരെ മറിച്ച് ഒറ്റ ദൈവമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം അവർക്ക്. ആ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് സ്വന്തം ആശയത്തെ ബാധിക്കാത്ത എല്ലാ കാര്യങ്ങളിലും എല്ലാ സംഘടനകളും എല്ലാ മതങ്ങളും എല്ലാ ആശയധാരകളും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ എല്ലാവരും പറയുന്നതും ഏതാണ്ട് ഒരു എക്സ്ക്ലൂസിവിറ്റി, ഒരു എന്താണ് ഒരു ഡോഗ്മ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഹെജിമണിക്കൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവരുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നിസ്കരിക്കണമെങ്കിൽ കുമ്പിട്ടുന്നിട്ടോ തലകുത്തി നിന്നിട്ടോ അല്ലെങ്കിൽ കാല് മേപ്പിട്ടാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം. കാരണം എന്താണ്, അത് ലിബറലിസത്തിന്റെ ഒരു ആശയവുമായിട്ട് കോൺഫ്ലിക്റ്റിലല്ല, അതിനത് ബാധിക്കുന്നില്ല. ഇതന്നെയാണ് എല്ലാ ആശയങ്ങളുടെയും. എന്നിട്ട് അവർ പറയും ഞങ്ങളാണ് വളരെ ഹൃദയവിശാലമായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മൾട്ടി കൾച്ചറൽ മൾട്ടി എത്നിക് ആയിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് പറയും. അതെ, അത് മറ്റേ ഷമ്മി പറഞ്ഞ പോലത്തെ ഞാൻ വീട്ടിൽ അത്യാവശ്യ സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ അതേ ഒരു സ്വഭാവം. എന്നിട്ട് ഇത് ഇവരെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. കാരണം ഇവരെ ബാധിക്കുന്നില്ല ഈ കാര്യങ്ങളൊന്നും. ഇവർക്ക് അതിൽ പ്രത്യേകിച്ചൊരു സ്റ്റേ ഇല്ല, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പോ വളരെ കുറഞ്ഞ ഇപ്പം മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിൽ മറ്റേ ക്രിസ്ത്യാനിറ്റി ആൾക്കാർ വിടുന്നു. ഇപ്പൊ ആകെ പള്ളിയിൽ പോകുന്നത് മാമോദീസ മുക്കാനും അത് വീട്ടുകാർ കൊണ്ടുപോകുന്നത്.
പിന്നെ കല്യാണത്തിനും, അതും പിന്നെ ഒരു ചടങ്ങ് എന്നുള്ള കാര്യം. ഈ 2 കാര്യത്തിനെ ഒരാൾ പള്ളി കയറുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഇവർക്കൊരു പ്രശ്നമില്ല. പള്ളിയിലൊന്നും ഇങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇത് ആകെ ഇപ്പൊ ഇതിൽ പ്രശ്നം വരുന്നത്, ആകെ സംസാരിച്ചത് മുസ്ലിം പക്ഷത്തു നിന്നുള്ള ആൾക്കാരല്ലേ, അത്രേ ഉള്ളൂ. അത് തന്നെ ആരും ഒന്നും പറയുന്നില്ല എന്നൊക്കെ കണ്ട് അങ്ങനെ കുറ്റം പറയല്ല. ഇത് വന്നപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇതെന്താ ആരും ഒന്നും ഇതിനെപ്പറ്റി പറയാത്തത്. കാരണം ഇത്ര കാലം കൊണ്ടുവന്നതിനേക്കാളും പ്രശ്നമായിട്ടാണ് ഇത് തോന്നുന്നത്. പക്ഷെ എന്നാലും അവസാനം പറഞ്ഞെന്നുള്ളതാണ്. അപ്പോഴും ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ലാത്ത രീതിയിലാണ്. ഡാൻസ് പൊതുവെ മറ്റേ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പാട്ടിനൊരു പ്രാധാന്യമുണ്ട്. പള്ളിയിൽ ഇതൊക്കെ ഉണ്ടല്ലോ, പള്ളി കൊയർ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. പക്ഷെ ഒരു ഡാൻസ് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ മറ്റേ കരിസ്മാറ്റിക് മറ്റേ വേറെ കുറെ ടീമിന് അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്കൊക്കെയാണ് അങ്ങനത്തെ പരിപാടികൾ. എന്തായാലും പിന്നെ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പുതിയ ഒരു ഗവൺമെന്റിന്റെ തീരുമാനം, അതായത് സ്കൂൾ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നതിന് പ്രതിരോധിക്കാനായിട്ട് സുംബ ഡാൻസ് കൊണ്ടുവരാനുള്ള തീരുമാനം, അതിനെതിരെ വിമർശിക്കാനുള്ള മതസംഘടനകളുടെ അവകാശത്തെ ഹനിക്കരുത് എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇത് ജനാധിപത്യമായ രാജ്യം നമ്മുടെ നാട്ടിൽ അത് അവരുടെ അവകാശമാണ്. മാത്രമല്ല ഇതിലെ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. ഒന്നാമത് പിന്നെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറക്കാൻ ഈ ഇത്തരം കാട്ടിക്കൂട്ടുകൾ പര്യാപ്തമല്ല, അതിന് തെളിവുകളില്ല എന്നും, മാത്രമല്ല ഇത്തരം ഡാൻസുകളും പാട്ടുകളും ഒക്കെ കുട്ടിയുടെ മാനസിക പ്രശ്നങ്ങൾ കൂട്ടും. മാത്രമല്ല ഈ ലഹരി അഡിക്ഷനും ഡാൻസുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതിനുള്ള പഠനങ്ങൾ തെളിവുകളൊക്കെ നമ്മൾ ഇവിടെ നിരത്തി. എന്തായാലും ഇത്തരം ശാസ്ത്രവിരുദ്ധമായ മാനവിക വിരുദ്ധമായ ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് ഒരു പുരോഗമന സർക്കാർ മുന്നോട്ട് പോകുന്നത് നല്ലതല്ല എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത്. നമസ്കാരം. ഓക്കെ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇത് സ്ട്രെസ് ഇല്ലാതാക്കുന്നതിന് പകരം അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സുകളും അതുപോലെ ബോഡി ഇമേജും ബോഡി ഈഫോറിയയും അതുപോലെ അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷനും അതുപോലെ ചില ആളുകൾ തീരെ പുറന്തള്ളപ്പെട്ടു പോയി ബാക്കിയുള്ള കാര്യങ്ങളിലും താൻ വളരെ മോശമാണെന്നുള്ളൊരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല ഇത് തുടർന്നു പോരാൻ പറ്റുമോ, എത്ര കാലം തുടർന്നു പോരാൻ പറ്റും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. ഏതായാലും ഒരിക്കലും മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന അതേ പ്രത്യാഘാതങ്ങൾ ഈ ഡാൻസ് കൾച്ചറും ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ഒരു പാർട്ടി കൾച്ചർ, ഒരു ക്ലബ്ബ് ഡാൻസിങ് ഒക്കെ പറയുന്ന ഡാൻസ് ക്ലബ്ബ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പരിശീലനം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് മിക്കവാറും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ആളുകളോ ഇതിനെക്കുറിച്ച് ബോധമുണ്ടാവണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് അതിൽ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ അവരിതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊന്ന് പിന്മാറണം തന്നെയാണ് നമ്മുടെ ആവശ്യം.